ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഈ അടുത്ത് ഇറങ്ങാൻ പോകുന്ന 2 ബൈക്കുകളെ കുറിച്ചാണ്. രണ്ടും നമ്മുടെ ഹിമാലയൻ ഫാമിലിയിൽ പെടുന്ന വണ്ടികളാണ്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ലീക്കുകൾ പലതവണയായിട്ട് കമ്പനി തന്നെ പുറത്ത് വിടുന്നുണ്ട്. ലീക്ക് എന്നവർ എന്തിനാ വിളിക്കുന്നതെന്ന് മാത്രം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അവർ തന്നെ ആൾക്കാർക്ക് കൊടുത്ത് അവരുടെ ഒരു തന്ത്രമാണല്ലോ, മാർക്കറ്റിംഗ് തന്ത്രമാണ്. ഒരു വണ്ടിയുടെ ലീക്ക് എന്ന് പറയുന്ന ഫോട്ടോസ് ഇതാണ്ട് നമ്മുടെ പുറകിലിരിക്കുന്ന വണ്ടിയുടെ ഹിമാലയൻ 750. ആദ്യം ഇറങ്ങിയല്ലേ? ഇത് ആദ്യം ഇറങ്ങിയ ലീക്കാണ്. അതിന്റെ പുറകിൽ ഇപ്പോഴാണ് ഒരു ടെസ്റ്റ് ചെയ്യുന്ന ഒരു സാധനം കണ്ടത്. അത് ഇതായിരിക്കും ഇതിന്റെ ഇനീഷ്യൽ സ്റ്റേജിലുള്ള വണ്ടിയുടെ ടെസ്റ്റിങ്ങിന് ആദ്യം കണ്ട സ്പൈ ഷോട്ടുകളിൽ ഒന്നാണിത്. ഇപ്പോൾ കുറച്ചും കൂടെ ഇതായിട്ട് ഫിനിഷിംഗ് ആയിട്ടുള്ള വണ്ടിയുടെ ഇന്ത്യയിൽ തന്നെ നിരത്തുകളിലൂടെ ഓടുന്നതിൻ്റെ ഇതൊക്കെ ഇറങ്ങിയായിരുന്നു. അതവിടെ ഇരിക്കട്ടെ. അതാണ് കഴിഞ്ഞ ദിവസം വന്നത്. ഇന്ത്യയിൽ ഓടുന്നതല്ല, അതും വിദേശത്ത് തന്നെയുള്ള ഫോട്ടോസാണ് അതും വന്നത്. ഹിമാലയൻ 750, അതായത് റോയൽ എൻഫീൽഡിൻ്റെ 750, അതായത് ഇപ്പോൾ ഉള്ള ഐക്കോണിക് 650 എൻജിനെ അപ്ഗ്രേഡ് ചെയ്തിട്ട് 750 ആക്കിയിട്ട് ഇറക്കുന്ന ആ എൻജിൻ സീരീസിൽ ആദ്യത്തെ വണ്ടി. ട്വിൻ അഡ്വഞ്ചർ ആണല്ലേ, എൻജിനാണ്. ട്വിൻ എൻജിൻ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളാണ്. അഡ്വഞ്ചറിന് ഞാൻ ഇതിനൊരിക്കലും വിളിക്കത്തില്ല. എനിക്ക് തോന്നുന്നില്ല ഇത് അഡ്വഞ്ചർ ബൈക്ക് ആയിരിക്കും. ഇത് പ്യുവർ ടൂറിംഗ് ബൈക്കാണ്. അല്ല, കുറച്ച് കഴിയുമ്പോൾ ഈ സാധനം ഇറങ്ങാൻ തുടങ്ങും. നമ്മുടെ ആഡം റീമാൻ്റെ കയ്യിൽ കിട്ടും. കഴിവുള്ളവർ അഡ്വഞ്ചർ ഇറക്കുമായിരിക്കും. അപ്പോൾ കാണാം പുള്ളി ഇത് എങ്ങനെ ഓടിക്കും. പക്ഷേ ഇത് ഇറക്കി കഴിഞ്ഞാൽ ഇതിന്റെ മിക്കവാറും ആദ്യം ഇയാളുടെ തന്നെ ആയിരിക്കും വരുന്നത്. കാരണം ഇയാൾ ടെസ്റ്റ് ചെയ്യുന്ന വണ്ടികളല്ല, ഇയാൾ സിംഗിൾ സിലിണ്ടർ ടെസ്റ്റ് ചെയ്യില്ല. പുള്ളി ടെസ്റ്റ് ചെയ്യുന്ന ട്വിൻ ADVകൾ മാത്രമേ പുള്ളി ടെസ്റ്റ് ചെയ്യുള്ളൂ. ഇല്ല, സിംഗിൾ സിലിണ്ടർ ടെസ്റ്റ് ചെയ്യില്ല. ഇല്ല, പുള്ളിയുടെ ഒരു വീഡിയോയില് ഹിമാലയൻ 450യുടെ വീഡിയോ എടുത്തത്. അതല്ല ഞാൻ പറഞ്ഞേ, അത് പുള്ളിയുടെ ഒരു വീഡിയോയിൽ ഞാൻ പുള്ളി മറ്റേ പറഞ്ഞത്, അതായത് പുള്ളി അവരുടെ എന്തോ ഒരു ഇതിന്റെ ഇടയിൽ മറ്റേ 390 ഇറങ്ങിയ സമയത്ത് പുള്ളിയുടെ അവിടെ ഉണ്ട്. പുള്ളി അതിൽ പറഞ്ഞത് പുള്ളിക്ക് ഈ സിംഗിൾ അഡ്വഞ്ചർ ADVകളോട് താല്പര്യമില്ല. പുള്ളി അത് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ട്വിൻ സിലിണ്ടർ മാത്രമേ. അപ്പൊ ഞാൻ പറഞ്ഞ ഇതിപ്പോ ഓരോരോ കമ്പനികളെ പുള്ളിനെ ചെയ്യുന്നവരായിരിക്കും. അങ്ങനെ ഞാൻ ഇതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. ഇതാ ഇപ്പൊ പുള്ളി ഡേർട്ട് ബൈക്കുകൾ ടെസ്റ്റ് ചെയ്യുന്നില്ല. ഡേർട്ട് ബൈക്കുകളല്ല, സിംഗിൾ സിലിണ്ടർ അല്ലേ, ADV, അതായത് ട്രാവൽ ചെയ്യുന്ന വണ്ടികൾ. അതാണ് പറഞ്ഞത്. അത് പുള്ളി വലിയ വണ്ടികളോട് താല്പര്യമുണ്ട്. അത് നമുക്ക് പിന്നെ ഇതാക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇതൊരു ഓഫ് റോഡ് പറ്റുന്ന വണ്ടിയായിരുന്നു. കാരണം ഇത് ഇപ്പം തന്നെ നോക്കിയാൽ ഇതിന് ഒട്ടും ഇതില്ല, അതായത് ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ല. അതിൻ്റെ അർത്ഥം എന്താ, ഇത് എനിക്ക് 100% ഉറപ്പ് മിനിമം ഒരു 270 കിലോയെങ്കിലും വെയിറ്റ് ഉള്ള വണ്ടിയായിരിക്കും ഇത്. 260 സുഖമായിട്ടുണ്ടാവും. അതിൻ്റെ ഇപ്പോൾ ഇത് ADV ആയതുകൊണ്ട് പിന്നെയും വെയിറ്റ് കൂടും. കാരണം ഗ്രൗണ്ട് ക്ലിയറൻസ് ഒട്ടുമില്ല വണ്ടിക്ക്. താണ്ട് ഇത് ഞാൻ കുറച്ച് താഴോട്ടായി കാണിച്ചു തരാം. കണ്ടോ, ടയർ ഇത് കണ്ടില്ല, ഒട്ടും ഗ്രൗണ്ട് ക്ലിയറൻസ്. പുതിയതിലും എന്താ സ്ഥിതി? പുതിയതിലും എനിക്ക് തോന്നുന്നില്ല ഉണ്ടാവുമെന്ന്. കാരണം ഇത് പ്യുവർ അവരുടെ ഫോക്കസ് ടൂറിംഗ് ആണ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോയൽ എൻഫീൽഡിന് ഇനി വേണ്ടത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഹിമാലയൻ 411 പോലത്തെ ഒരു പോസ്റ്റർ ബൈക്ക് വേണം. പ്രോപ്പർ ടൂറിങ്ങിനുള്ളൊരു ബൈക്ക് വേണം. അവരുടെ സെഗ്മെന്റിൽ ഇല്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഹിമാലയൻ 450 ഒരിക്കലും ഒരു പ്രോപ്പർ ടൂറിംഗ് ബൈക്കാന്ന് പറയാൻ പറ്റത്തില്ല. കാരണം പലരും പറയുന്ന അതിൻ്റെ ഒരു കുഴപ്പം, അതിൻ്റെ സ്വീറ്റ് സ്പോട്ട് ഒരു ആവറേജ് 90 to 110 ഇടയിലാണ് നമ്മളൊരു ഇപ്പോഴത്തെ കാലത്ത് ആൾക്കാർ ക്രൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ വൈബ്രേഷൻ ഉണ്ടെന്നാണ് പറയുന്നത് ആ വണ്ടിക്ക് ഭയങ്കരമായിട്ട്. അപ്പോൾ അതൊരിക്കലും അങ്ങനെ ടൂറിങ്ങിന് കംഫർട്ടബിൾ ആയിട്ട് ബൈക്കാന്ന് പറയാൻ പറ്റും. പക്ഷേ ഇത് അതിന് വേറെ കുറച്ച് കാരണങ്ങളുണ്ട്. നമുക്ക് പറയുമ്പോൾ സംസാരിക്കാം. ഒന്നാമത്തെ ബൈക്ക് നമ്മൾ പറയാൻ പോകുന്നത് ഹിമാലയൻ 750നെ കുറിച്ചായിരിക്കും. ഇനി അടുത്തത് വരാൻ പോകുന്നത് മരിച്ചവിടത്ത് നിന്ന് ഉയർത്തെഴുന്നേറ്റുകൊണ്ട് പൂർവാധിക ശക്തിയോടെ വീണ്ടും പുതിയ ശരീരം ധരിച്ചെത്തി. അതെ, അതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഐക്കോൺസിനെ കുറിച്ച് സംസാരിച്ച സമയത്ത്, അതായത് ഒരു ഇത് മാറ്റം, ഒരു മാർക്കറ്റിൽ മാറ്റം കൊണ്ടുവന്ന ബൈക്കുകളെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെ ഒരു അഭിപ്രായത്തിൽ ഞങ്ങൾ പറഞ്ഞു, ഹിമാലയൻ്റെ കൊണ്ടുവന്ന ആ ഒരു ടൈപ്പ് മാറ്റം ഈ ഒരു അടുത്തൊന്നും വേറൊരു വണ്ടി കൊണ്ടുവന്നു. അതായത് ബൈക്കുകളുടെ ഇടയിൽ ഹിമാലയൻ കൊണ്ടുവന്ന ഒരു ഓളം അത് ഈ അടുത്തൊന്നും വേറെ വണ്ടികൾ കൊണ്ടുവന്നിട്ടില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് വീണ്ടും ഹിമാലയൻ തിരിച്ചു വരുന്നത്. 440 ആയിട്ടായിരിക്കും വിചാരിച്ച് അവര് മറ്റേ 440 ഇറക്കിയവരുടെ സ്ക്രാം ഇറക്കിയോണ്ട് ഇതിന്റെ ബാക്കിയെല്ലാം നിർത്തി, എഞ്ചിനെല്ലാം ബാക്കി വെച്ച എഞ്ചിനെല്ലാം നിർത്തുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് ഇറങ്ങുമെന്ന് പറഞ്ഞപ്പോൾ അതാണ് അത് തിരിച്ച് അതിന്റെ ഒരു ഇതാണ് ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു ഹിമാലയന്റെ വേർഷൻ 2 ആയിട്ട് വരുന്നത്. അതായത് ഇതായിരുന്നു യഥാർത്ഥത്തിൽ ഹിമാലയൻ ആയിട്ട് ഇറങ്ങേണ്ടിയിരുന്നത് 2016. മറ്റേത് പേര് മാറ്റി ഇറക്കിപ്പോയ. അങ്ങനെ ഒരിക്കലും ഞാൻ പറയത്തില്ല.
കാലം മാറുന്നതനുസരിച്ച് കോലം മാറണം, അതിൽ തെറ്റൊന്നുണ്ടെന്ന് ഞാൻ പറയത്തില്ല. എൻ്റെ കാഴ്ചപ്പാട് ഇതാണ്. യഥാർത്ഥത്തിൽ ഹിമാലയൻ എന്ന് പറയുന്ന ഒരു സാധനം ഈ 2016 ഇറങ്ങേണ്ടിയിരുന്ന ഈ വണ്ടിയായിരുന്നു, ഇനി ഇറങ്ങാൻ പോകുന്ന വണ്ടി. അതാണ് നീ പറഞ്ഞത്. പക്ഷേ ഇതാണ് കാലങ്ങളുടെ മാറ്റങ്ങൾ കൊണ്ട് പരിഷ്കാരങ്ങളായിട്ട് വരുന്ന പുതിയ അവതാരമാണ്. അതെ, അത് 440 ഹിമാലയൻ 440 എനിക്കൊന്ന് ഇക്കൊല്ലം അവസാനത്തിനുള്ളിൽ ഇറങ്ങും ഈ വണ്ടി. 2 വണ്ടി ഇറങ്ങും. 440 വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് എനിക്ക് തോന്നുന്നു അടിയാവും. അത് ചില ഹിമാലയൻ്റെ തന്നെ സെയിൽസിനെ കുറേയൊക്കെ ബാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ 450യുടെ സെയിൽസിന് തന്നെ ബാധിക്കുന്നതാണ് തോന്നുന്നത്. എന്നാൽ നമുക്ക് എന്തോന്നു ആദ്യം ഇതിനെക്കുറിച്ച് സംസാരിക്കണം. ഇതിനെപ്പറ്റി വേണ്ട സംസാരിക്കും. ഞാൻ ആദ്യം കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പുതിയ സ്പൈ ഷോട്ടാണ്. അതിലേത് സംസാരിക്കാം. ഞാൻ പറഞ്ഞല്ലോ 750cc ക്ലാസ്സിനകത്ത് ഇവർ ആദ്യം ഇറക്കാൻ പോകുന്ന വണ്ടി ഇതായിരിക്കും. 750cc എഞ്ചിനിൽ പവർ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഉള്ള വണ്ടിക്ക് 650ക്ക് 48ഉം 52 എങ്ങാണ്ടാണ് ടോർക്കും ഇതും വരുന്നത്, പവറും വരുന്നത്. ഈ വണ്ടി വരുന്നതോടെ ഏകദേശം ഒരു 55ഉം 60ഉം 55 bhp 60 Nm ടോർക്ക് വണ്ടിയായിരിക്കും. ഇതിന് 2x1 എക്സോസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. 2 ഹെഡർ പൈപ്പും ഒരൊറ്റ എക്സോസ്റ്റും. ഈ ബെയർ 650 എന്ന് പറഞ്ഞ വണ്ടിയിൽ അങ്ങനെ ചെയ്തതുകൊണ്ട് 2 Nm ടോർക്കാണ് കൂടിയത്, ആ രീതിയിൽ റൗട്ട് ചെയ്ത് വിട്ടപ്പോഴേക്കും. അപ്പോൾ ഇത് കുറച്ചും കൂടെ ടോർക്ക് പറഞ്ഞുകൊണ്ടായിരിക്കും അല്ലേ സാധനങ്ങളുടെ. എനിക്കറിയത്തില്ല ഇതിൻ്റെ മെക്കാനിക്സ് എനിക്കറിയത്തില്ല. 2x2 അല്ല, 2 പൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും സാധനവും അതിന് 2നും കാറ്റലിറ്റിക് കൺവേർട്ടർ കൊടുക്കും. പിന്നെ 2ന്റെ ഇത് ഒറ്റ തള്ളി വിടുന്നത്. അപ്പൊ അതിന്റെ ഒരു ബാക്ക് പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിന് ഇതാക്കുന്നത്. അപ്പൊ ടോർക്കി ആയിരിക്കും. പിന്നെ ഞാനിത് ടൂറിംഗ് ബൈക്കാന്ന് പറയാനുള്ള എൻ്റെ കുറേ കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം പറഞ്ഞാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഭയങ്കര കുറവാണ് ഇതിന്. കാരണം ഇത് ഭയങ്കര വെയിറ്റ് ഉള്ള ബൈക്കായിരിക്കും. ഒരു 260 കിലോ ഒക്കെ വെയിറ്റ് ഉള്ള വണ്ടിയായിരിക്കും. ഇതെന്തായാലും സ്ഥിതിക്കും മറ്റേ ഇതെവിടെ നമ്മുടെ പുതിയ ഈ അടുത്ത് കണ്ട സ്പൈ ഷോട്ട് അവിടെ ഇന്നലെ ഇറങ്ങി. അതെടുത്താൽ മതി. അത് ക്ലിക്ക് ചെയ്താൽ മതി. അത് ക്ലിക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ അത് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അതൊന്ന് ഇതാക്കി മറ്റേ ഫുൾ സ്ക്രീൻ ആക്കി. F11 അടിച്ചിട്ട് ഓക്കെ, ഇതാണ് ഇതിന് എനിക്ക് തോന്നണ്ട മറ്റേനെ വെച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടിയിട്ടുണ്ട് ഈ സാധനത്തിന്. അതിനെ വെച്ച് നോക്കുമ്പോ അല്ലെ ശരിയാ, മറ്റേ ഗ്രൗണ്ട് ക്ലിയറൻസ് അത് കാരണം അത് ആദ്യത്തെ മറ്റേ ടെസ്റ്റ് യൂണിറ്റ് ആയിരിക്കില്ലേ. പക്ഷെ എന്നാലും എത്ര കൂടി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു ഒരു 180 ചോടയൊക്കെ എനിക്ക് തോന്നുന്നത്. ഇത് കണ്ടപ്പോഴാ മറ്റേ റിമൂക്ക്. അത് നമുക്ക് സംസാരിക്കാം. 180 എനിക്ക് തോന്നുന്നില്ല, 200 പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് കണ്ടിട്ട്. ഇനി ഉണ്ടെങ്കിൽ നല്ല കാര്യം. പക്ഷെ അത് പറയാൻ വേറൊരു കാരണം കൂടെ ഉണ്ട്. 650 സീരീസിൽ വന്നിരിക്കുന്ന എല്ലാ വണ്ടി നോക്കിയാലും വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, ഈ സൈഡിൽ പഴയ ഹിമാലയന്റെ ഞാൻ സത്യം പറഞ്ഞ ആ ഒരു നോട്ടം കണ്ടാലാണ് ഇത് ശരിക്കും നോക്കിയില്ലായിരുന്നു. അത് ശരി കേട്ടോ, അതുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോ 450യുടെ ഈ സാധനം നേരത്തെ ഞാൻ പറഞ്ഞു 450യുടെ ഇതില് ഷേപ്പും. അതായത് സത്യം പറയുന്നത് ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ഈ സാധനം. അതുകൊണ്ട് എനിക്കിത് മര്യാദയ്ക്ക് ഞങ്ങളിത് നോക്കില്ല. ഇത് കണ്ടപ്പോൾ തന്നെ ഇതിനെക്കുറിച്ച് നമ്മുടെ ഒരു ഇത് എടുക്കാമെന്ന് വിചാരിച്ചുള്ള ഇതായിരുന്നു. എനിക്ക് തോന്നുന്നില്ല ഇതിനധികം ഹൈറ്റ് ഉണ്ടെന്ന് കണ്ടിട്ട്. എനിക്ക് തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ നല്ല കാര്യം. വെയിറ്റ് പൊതുവെ ഈ എൻജിൻ വെച്ചിറങ്ങിയ എല്ലാ വണ്ടിക്കും മിനിമം 210 കിലോയ്ക്ക് മേലെയാണ് വെയിറ്റ് ഉള്ളത്. അവസാനം ഇറങ്ങിയ ബുള്ളറ്റ് 650 260 കിലോ എങ്ങാണ്ട് പറഞ്ഞു, 240 എങ്ങാണ്ട് ഉണ്ട്. ഇത് ADV ബൈക്കാണ്, വലിയ ബൈക്കാണ്. ഇതിന് സ്വാഭാവികമായിട്ടും 750cc എഞ്ചിൻ ആയതുകൊണ്ട് ഇതിന് പിന്നെയും വെയിറ്റ് കൂടത്തേ ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നത് 250 കിലോ പ്ലസ് ബൈക്കായിരിക്കും. അത്രയും വലിയ ബൈക്ക് കൊണ്ട് ADV എത്രത്തോളം കളിക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. അതിനൊരു പരിമിതി ഉണ്ട്. ആണെങ്കിൽ നല്ലത്. രണ്ടാമത്തെ കാര്യം 19 ഇഞ്ച് ടയറാണ് ഫ്രണ്ടും ബാക്കും. കണ്ടറിയാം ഒരേ ടയർ തന്നെ, വലിപ്പ വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് മറ്റേ അലോയാണ് വന്നിരിക്കുന്നത്. അലോയി ആണ് അതിൻ്റെ ഒപ്പം. ചിലപ്പോൾ ക്രോസ് പോക്ക് കൊടുക്കുമായിരിക്കും ഇതായിട്ട്. അലോയി ആണ്. ഇതെല്ലാം പറയുന്നത് ഈ വണ്ടി റോട്ടിൽ നിങ്ങൾ ഓടിക്കേണ്ട വണ്ടിയാണെന്നാണ് കമ്പനി തന്നെ പറയുകയാണത്. ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും ഇതിൻ്റെ ഒരു ഹിമാലയൻ എന്നുള്ള പേരുള്ളത് കൊണ്ട് ആ ഒരു DNA കുറച്ചെങ്കിലും കൊടുക്കുമായിരിക്കും. പക്ഷെ കാണാനുണ്ട് ഇപ്പോൾ. പക്ഷെ എൻ്റെ മനസ്സ് പറയുന്നത് ഇവരുടെ കളി എന്താണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി, ഇവരെന്താ ഉദ്ദേശിക്കുന്നതെന്നുള്ള. ഇപ്പൊ പറഞ്ഞാലേക്ക് ഹിമാലയൻ ബ്രാൻഡിൽ 3 ബൈക്കുകൾ ഉണ്ടാവും ഇനി. 411, 440, 450, 750. നിങ്ങൾക്ക് സിറ്റിയിലൊക്കെ ഫ്രീ മൈൻഡായിട്ട് ഓടിക്കേണ്ട സിറ്റി ബൈക്കാണോ വേണ്ടത്? ഒരു രസമുള്ള നല്ല കംഫർട്ടബിൾ ആണ് 440 എടുത്തോ. നിങ്ങൾക്ക് നല്ല ടൂറിംഗ് ആണ് എൻജോയ് ചെയ്ത് ഓടിക്കേണ്ടത്, നിങ്ങൾ 750 എടുത്തോ. നിങ്ങൾക്ക് കുറച്ച് ഓഫ് റോഡ് എന്തൂസിയാസ്റ്റ് ആണ്, നിങ്ങൾ എപ്പോഴും 50-50യുടെ ആളാണ്,
നിങ്ങൾ ഫോർ എല്ലാ കാറ്റഗറിയിലും ബൈക്കാക്കി. മറ്റേ ബുള്ളറ്റിന്റെ ഇതായിരിക്കുമല്ലോ ഉദ്ദേശിക്കുന്നത്. എങ്ങനെ? ബുള്ളറ്റിന്റെ ഒരു പേരുണ്ടായിരുന്നല്ലോ പണ്ട്, ഇതേപോലത്തെ ഒരു പേരാണല്ലോ എല്ലാത്തിനും. ബുള്ളറ്റ് മറ്റേ സ്റ്റാൻഡേർഡ് ക്ലാസിക് എന്നൊക്കെ പറഞ്ഞു വരുന്ന പോലെ. അതായത് എനിക്ക് തോന്നുന്നു അതേപോലെ ഹിമാലയന്റെ പേര് ഉപയോഗിക്കാൻ എല്ലാ സൈഡും ഇതാക്കാനുള്ള, എല്ലാ സൈഡിലും എല്ലാ റേറ്റിലും ഉള്ള ഇതാണ് ഉദ്ദേശിക്കുന്നത്. 450 440 തമ്മിൽ അത്രയും വ്യത്യാസം ഉണ്ടാവും. സ്ക്രാമിന്റെ അതേ റേറ്റ് ഒക്കെ തന്നെ അല്ല ഉണ്ടാവുള്ളൂ 440 വരുമ്പോ. പക്ഷെ 450 സ്ക്രാമിനെക്കാട്ടിലും 1 ലക്ഷം രൂപയ്ക്ക് വ്യത്യാസമുണ്ട്. ടെക്നോളജിയുള്ള വ്യത്യാസമായിരിക്കും ഇതിലും. അങ്ങനെ സാധനം സിസിയിലല്ല, പേരിലല്ല കാര്യം. 440 450 തമ്മിൽ 40 BHP 24 BHP. അല്ല അതല്ല ഞാൻ പറഞ്ഞത്, ഞാൻ അതിന് തമ്മിൽ ഇതിന് വ്യത്യാസം, പൈസക്ക് വ്യത്യാസം ഉണ്ടാവും ഞാൻ ചോദിച്ചത്. സ്ക്രാമിനെക്കാട്ടിലും വില കൂടുതലായിരിക്കും ഇതിന്, ഹിമാലയന് ആയിരിക്കും അല്ലേ? ആയിരിക്കണം. കാരണം 21 ഇഞ്ച് വീല് വരും, പിന്നെ ഇത് വരും, ഏത് ലോങ് ട്രാവൽ സസ്പെൻഷൻ ആയിരിക്കും വരിക. ടെക്നോളജി മൊത്തം മാറി. ആകെ എനിക്ക് അറിയേണ്ട എന്താ പറയുക, ഐക്കോണിക് ആയിട്ടുള്ള 5 പോഡുള്ള ആ ഇത് തന്നെയാണ്, ആ സ്പീഡോമീറ്റർ തന്നെയാണ്. വേറെന്തേലും തുമ്മാൻ പറ്റും, വേറെന്തേലും കൊണ്ടുവരും. അപ്പോൾ ഇതിന്റെ ആ ഡിസ്പ്ലേ കൊണ്ടുവന്നാലോ? അതായത് ഇതിന്റെ സെയിം ഡിസ്പ്ലേ കൊണ്ടുവന്നാലോ? ഇതിലും 450യുടെ ഡിസ്പ്ലേ ആണ്. ആദ്യം കണ്ട ടെസ്റ്റ് ബൈക്കിനകത്ത് മറ്റേ സ്ക്വയർ ഷേപ്പിലുള്ള ഡിസ്പ്ലേ ആയിരുന്നു. എനിക്കൊന്ന് അത് വേണ്ടാന്ന് വെച്ച് കാണും. കാരണം ഇവരെ സംബന്ധിച്ച് ഇതൊരു നല്ല ഡിസ്പ്ലേ ആണ്, അപ്പൊ ഇത് തന്നെ കൊടുക്കാന്നുള്ള ഇതായിരിക്കും. ഇതില് ഞാൻ മറ്റേ 440യുടെ കാര്യം പറഞ്ഞു. 440 ഞാൻ പറയുന്നത് ഈ സെയിം ഡിസ്പ്ലേ കൊടുത്താൽ സെയിം അതേ മറ്റേ ഡിസൈനിൽ ഡിജിറ്റലായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത സാധനം അതൊരിക്കലും ഉണ്ടാവില്ല. അത് ഒരു മണ്ടത്തരല്ല. ആ ഒരു ബൈക്കിന് വേണ്ടിയായിട്ട് അത്രയും മെനക്കെടുന്ന നേരം കൊണ്ട് ഈ ഒരു സാധനം കൊടുത്താൽ പോരെ? ഈ ഒരു ഡിസ്പ്ലേ അതിനകത്ത് ഇരിക്കുമ്പോ എങ്ങനെ ഉണ്ടാവും? അതാണ് അത് മുഴുവൻ ചുരുങ്ങി പോയില്ല. എന്റെ മൈൻഡ് പറയുന്നത് മിക്കവാറും ഈ ഒറിജിനൽ ഇതിലുണ്ടായിരുന്ന എന്താണ് ആ സെയിം ഇത് തന്നെയായിരിക്കും എന്റെ മനസ്സ് പറയുന്നത്. കാരണം അത് മതി. കാരണം അതിന്റെ ഒരു അതില് മറ്റേതും ഉണ്ടല്ലോ, സൈഡിൽ നാവിഗേഷന്റെ ഒരു സാധനം ഉണ്ട്. അപ്പൊ അത് മതിയാകും. ഞാൻ എന്താ ചിന്തിച്ചെന്ന് പറഞ്ഞാൽ ചെറിയൊരു ഡിജിറ്റൽ അപ്ഗ്രേഡ് എടുത്തിട്ട് അതിന്റെ ഉള്ളിൽ തന്നെ എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുള്ള അത്രയും R&D ചെയ്ത് വെറുതെ പൈസ കളയണ്ടല്ലോ. ഇത് ഇവര് ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഓൾറെഡി ഫാൻ ബേസ് ഉണ്ട്, നല്ലൊരു എഞ്ചിനും കാര്യങ്ങളും. നമ്മൾ പ്രതീക്ഷിക്കാണ്ട് ഇത്രയും നല്ലൊരു എഞ്ചിനും കാര്യങ്ങളും കൂടെ ഒരു നല്ലൊരു, അതായത് ക്യാഷ് ചെയ്യല്ലേ, ക്യാപിറ്റലൈസ് ചെയ്യാ. ഇവര് മറ്റേ ഒരു സമയത്ത് 220 നിർത്തി പോയിട്ട് പിന്നെ ആൾക്കാരുടെ ഡിമാൻഡ് 220 തിരിച്ചു കൊണ്ടുവന്നു. അതാണ് എനിക്കൊന്നും ഇവര് സ്ക്രാം ഒന്നും വിചാരിച്ചത്ര വിറ്റ് പോയില്ല. സ്ക്രാം വിറ്റ് പോകുന്നുണ്ടോ? കാരണം നല്ല വണ്ടി അത് മറ്റേ ഷൂമി പറഞ്ഞത് കേട്ടില്ലേ, ഇവരേറ്റവും മടി പിടിച്ചുണ്ടാക്കിയൊരു എഞ്ചിനാ. പക്ഷെ അത് അവസാനം പ്രൊഡക്റ്റ് വന്നപ്പോഴേക്കും അവരുടെ ലൈനപ്പിലുള്ള ഏറ്റവും നല്ല എക്സ്പീരിയൻസ് തരുന്ന എഞ്ചിനായി മാറിയത്. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു സമയത്ത് ഏറ്റവും നമ്മൾ ബൈക്ക് എടുക്കുന്ന സമയത്ത് 4 വണ്ടികളുണ്ട്. ഇന്റർസെപ്റ്ററും കോണ്ടിനെന്റൽ GTയും ഹിമാലയ ബുള്ളറ്റ് 350. ആ സമയത്ത് അത്യാവശ്യം ഒരു പുതിയ ടെക്നോളജി എന്നുള്ള രീതിയിലുള്ള എഞ്ചിനായിരുന്നു ആ 411cc എഞ്ചിൻ. ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ അവരുടെ ലൈനപ്പിലുള്ള ഏറ്റവും പഴയ എഞ്ചിനാണ് ഇത്. ബാക്കി എല്ലാം മാറിയില്ല, എല്ലാം മാറി, പുതിയ ഇതിലേക്ക് മാറി. ഇതാണ് ഇപ്പൊ അവരുടെ ഏറ്റവും പഴയ എഞ്ചിൻ. അല്ല അപ്പൊ അത് പഴയെന്ന് പറയുന്നത് അപ്ഡേറ്റ് ആയാലും പുതിയ എഞ്ചിൻ ആയില്ലേ? ഇല്ല, ആ സെയിം പ്ലാറ്റ്ഫോമിലാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അത് മാത്രമാണ്. പക്ഷെ എന്താ, അത് വന്നപ്പോഴേക്കും നല്ലൊരു സാധനമായി മാറി എന്നാണ് നമ്മൾ ഓടിച്ചു നോക്കിയിട്ടില്ല. പക്ഷെ ഇവരെല്ലാം പറയുന്ന ഒരു അഭിപ്രായം വെച്ച് നമുക്ക് ഊഹിക്കാം എന്താന്നുള്ളത്. അത് വന്നേ നമ്മൾ അത് വിട്, ഇതിൻ്റെ കാര്യം പറയണ്ടേ. കുറേ സാധനം ഇതിൽ എനിക്ക് തോന്നുന്നു ഇത് ആദ്യമായിട്ട് റോയൽ എൻഫീൽഡ് അവതരിപ്പിക്കാൻ സാധ്യതയുള്ള കുറേ സാധനം ഇതിനകത്തുണ്ട്. എന്താ? ഒന്നാമത്തെ 750cc എഞ്ചിൻ, ഫസ്റ്റത്തെ വണ്ടി ഇതായിരിക്കും റോയൽ എൻഫീൽഡ് ഇറക്കുന്നത്. റോയൽ എൻഫീൽഡ് ആദ്യമായിട്ട് ഡ്യുവൽ ഡിസ്ക് ഫ്രണ്ടിൽ ആദ്യത്തെ. എനിക്ക് ഉറപ്പാണ് പവറിനേക്കാൾ ഉപരി ഈ വണ്ടിയുടെ വെയിറ്റ് കാരണമാണ് അത് കൊടുത്തിരിക്കുന്നത്. അതല്ല, ഇത്രയും ഇത് വരുമ്പോൾ വണ്ടി പിടിച്ചിരുത്താനായിട്ട് ഒരു പവറിന്റെ ഒപ്പം വെയിറ്റും ഉണ്ട്. അപ്പൊ പിടിച്ചു നിന്നില്ലെങ്കിൽ കാര്യം നടക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് അത് പൊതുവേ ഒരു മറ്റേ ഒരു 700ന്റെ മുകളിലോട്ട് പോകുന്ന വണ്ടികളിലെല്ലാം ഡ്യുവൽ ഡിസ്ക് ഉണ്ടാവാറുണ്ട്. ഇല്ല, അങ്ങനെ എല്ലാത്തിനും ഉണ്ടാവണമെന്നില്ല. മിക്ക വണ്ടികളിലും ഉണ്ട്. അതില്ലാണ്ട് പറ്റുമോ എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്രയും പവർ വരും, അതിനനുസരിച്ചുള്ള സാധനങ്ങൾ കൂടണം. അതിന്റെ സാധനങ്ങൾ കൂടുമ്പോൾ വണ്ടിക്ക് വെയിറ്റ് കൂടും. വെയിറ്റ് കൂടുമ്പോൾ ഇത് പിടിച്ചു നിർത്തണം. പവറിലല്ല കാര്യം, ഈ സാധനങ്ങളുടെ അളവ് കൂടുമ്പോൾ നമുക്ക് ഈ വണ്ടി ഉദ്ദേശ സ്ഥലത്ത് നിർത്താൻ പറ്റില്ല എന്ന് ഒരു ഡിസ്കിൽ. അപ്പൊ അതുകൊണ്ട് ചെറിയ 2 ഡിസ്കാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ബാക്കിൽ ഇതിൽ ഒരേ വലിപ്പം തന്നെ 250 ഒക്കെ ഉണ്ടാവത്തുള്ളൂ. കണ്ടിട്ട് എനിക്ക് പഴയ ഹിമാലയന്റെ അത് ഡിസ്കിന്റെ അതേ ഇല്ല, ഹിമാലയന്റെ 300 എങ്ങാണ്ടുണ്ട്, 320 എങ്ങാണ്ടുണ്ട്. ഇത് എനിക്കൊന്ന് 250 ഒക്കെ ഉണ്ടാവത്തുള്ളൂ. 2 ഉണ്ടല്ലോ. പിന്നെ ഫ്രണ്ടിൽ USD ഫോർക്ക് തന്നെയാണ് വരുന്നത്. അപ്സൈഡ് ഡൗൺ അത്യാവശ്യം ട്രാവൽ ഉണ്ടെന്ന് തോന്നൂല്ലേ കണ്ടിട്ട്? എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ഇതിപ്പോ ഇപ്പൊ നോക്കുമ്പോ എനിക്ക് മറ്റേ ഹിമാലയന്റെ അതേ സെയിം
ഫോർക്ക് തന്നെയാന്ന് തോന്നുന്നു. അതൊരിക്കലും വരില്ല, ഇതിന് വെയിറ്റ് കൂടുതലല്ലേ, ഇതിന്റെ എല്ലാം അതിനനുസരിച്ച് മാറ്റി. പിന്നെ ടെസ്റ്റ് ബൈക്കിനകത്ത് അഡ്ജസ്റ്റബിൾ ഫോർക്ക് ഉണ്ടായിരുന്നു. ഇതിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ റോയൽ എൻഫീൽഡിന്റെ ലൈനപ്പിൽ ആദ്യത്തെ ബൈക്കായിരിക്കും അഡ്ജസ്റ്റബിൾ ഫോർക്ക് ഉള്ള. അത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങുമ്പോൾ എല്ലാ 450 ഇതിനെല്ലാം ചിലപ്പോൾ കിട്ടുമായിരിക്കും അഡ്ജസ്റ്റബിൾ. അത് കാലാന്തരത്തിൽ എന്തായാലും വരുമായിരിക്കും. പിന്നെ ആദ്യത്തെ ഇതുള്ള റോയൽ എൻഫീൽഡിൽ ക്രൂസ് കൺട്രോൾ അത് കൺഫേം ആണ്, ഈ ബൈക്കിലുണ്ട്. റൈഡ് ബൈ വെയർ ആണ്, ക്രൂസ് കൺട്രോൾ ഉള്ള ബൈക്ക് ഇതായിരിക്കും. ഇത് ഓയിൽ കൂൾഡ് എഞ്ചിനാണ്, ലിക്വിഡ് കൂൾഡ്, എയർ കൂൾഡ്. ഇതിലെ റേഡിയേറ്റർ വലിയ റേഡിയേറ്റർ ആണ്. 750 ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാകും. 650 വെച്ച് നോക്കുമ്പോൾ വലിയ റേഡിയേറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് അതാണ് അക്സെപ്റ്റ് ആയിട്ടുള്ള എക്സോസ്റ്റാണ് കൊടുത്തിരിക്കുന്നത് അഡ്വഞ്ചർ ഫീൽ കിട്ടാൻ വേണ്ടി. അത്യാവശ്യം നല്ല ഒരു വൃത്തി ഉണ്ടല്ലേ കാണാൻ. പക്ഷെ ഇതിനൊക്കെ നല്ല അടിപൊളി എക്സോസ്റ്റുകൾ പിന്നെ കമ്പനികൾ ഇറക്കും, ഓരോന്ന് നല്ല ഓഫ് റോഡ് ഇതായിട്ടുള്ള കൃത്യം മറ്റേ ലൈനിനോട് ചേർന്നിട്ട്. അതെ അതെ, നല്ല എക്സോസ്റ്റ് നോട്ടൊക്കെ അടിപൊളിയായി. കാരണം ട്വിന്നിന്റെ എക്സോസ്റ്റ് നോട്ട് കേൾക്കാൻ നല്ല ഇതാ. പിന്നെ ഈ വണ്ടിക്ക് എന്റെ മനസ്സ് പറയുന്നു വേറെ ഒന്നും ഉണ്ടാവൂല, നല്ല സ്മൂത്ത് ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന വണ്ടിയായി. സീറ്റിൽ കുറച്ച് മെച്ചം വരുത്തായിരുന്നു തോന്നുന്നില്ലേ സീറ്റ് കണ്ടിട്ട്? ചിലപ്പോ നമ്മൾ പറയുന്ന പോലെ ഇതിന് ഓരോ ഇതൊക്കെ ഉണ്ടെങ്കിലോ, അതായത് എന്ത് ടൂറിംഗ് സീറ്റൊക്കെ ഉണ്ടാവുമായിരിക്കുമല്ലോ. സിംഗിൾ സീറ്റ് അല്ല, ഹിമാലയൻ 411 വന്ന പോലത്തെ 2 പീസ് സീറ്റാണ് ഈ സാധനത്തിന്റെ ഒരു. അല്ല 450 2 പീസ് ആണല്ലോ, റാലി സീറ്റ് ആണല്ലോ ഒരു സിംഗിൾ പീസ്. ഇതിന്റെ ഒരു മറ്റേ ഒരു റാലി വേർഷൻ ഇറങ്ങാണ് പടയായിരിക്കും ഞാൻ പറയാം. അല്ല കാണാൻ നല്ല രസമായിരിക്കില്ലേ, പറയാൻ പറ്റില്ല. കാരണം കമ്പനി ഇറക്കി കളഞ്ഞാലോ. എനിക്ക് ഈ ഒരു പീസ് ഇഷ്ടപ്പെട്ടില്ല. ഈ ഒരു പീസ് ഭയങ്കര ഒരു ആംഗുലാർ ആയിപ്പോയി. ഇവിടെയൊക്കെ കുറച്ച് ഇതായി സ്മൂത്തായി അങ്ങനെ വന്നിട്ട് ഇത് പോലെ ടാങ്ക് എനിക്ക് തോന്നുന്നു 20 ലിറ്ററിന്റെ ടാങ്കാന്ന് തോന്നുന്നുണ്ട്. ഊരിക്കളയാൻ പറ്റും തോന്നുന്നു. അത് ഇത് മൊത്തത്തിൽ ഇതിന്റെ ബോഡീനെ പറയാ ഇതാക്കുന്ന ഫെയറിങ്. അല്ല ഞാനിപ്പം മനസ്സിലായി ചിന്തിക്കാൻ പറ്റിയ ഒരു റാലി ടവറൊക്കെ വെച്ചിട്ട് നല്ല പെടയായിരിക്കും വണ്ടി കാണാനായിട്ട്. ആ ഒരു പർപ്പസിനുള്ള വണ്ടിയല്ലല്ലോ. ചിലപ്പോ പറയാൻ പറ്റില്ല, ഇറക്കോടെ ഈ രീതിയിൽ തന്നെ നോക്കുമ്പോ ഒരു നോഡന്റെ ലുക്കില്ലേ, ചെറിയൊരു മിനി നോഡന്റെ ലുക്കില്ലേ, സസ്പെൻഷനും കയറ്റി ഒരു റാലി ടവർ നല്ല സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്, നല്ല പെടയാകും. ഇതിന്റെ നീ ആലോചിച്ചു അതിന്റെ ഒരു റാലി സീറ്റ് ഉണ്ടെങ്കിൽ പ്രശ്നം എന്താ അറിയോ, ഇത് ഇവിടെ ഇത് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ 1-2 വെല്ലുവിളികളിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി ഇറങ്ങി കഴിഞ്ഞാൽ ഇതായിരിക്കും റോയൽ എൻഫീൽഡിന്റെ ലൈനപ്പിൽ ഏറ്റവും വില കൂടിയ വണ്ടി. ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു 5-5.5 ലക്ഷം രൂപയുടെ എങ്ങാണ്ടാണ് ഏറ്റവും ടോപ്പ് മോഡൽ. ക്ലാസിക്കിന് എങ്ങാണ്ടാണ്, സൂപ്പർ മീറ്റിയോറിന് എങ്ങാണ്ടാണ് ഏറ്റവും വില കൂടുതൽ. ഏറ്റവും ഇത് ഇറങ്ങി കഴിഞ്ഞാൽ മിക്കവാറും എനിക്ക് തോന്നുന്നു 6 ലക്ഷം രൂപയ്ക്ക് ആയിരിക്കും ബേസ് വണ്ടിക്ക്. ബേസ് വണ്ടിക്ക് 5-5.5 ലക്ഷം രൂപ വരുമായിരിക്കും. ഏറ്റവും ടോപ്പ് വണ്ടി ഒരു 6 ലക്ഷം രൂപ. അത് ഓൺ റോഡാണ് 6-6.25 വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒന്നാമത്തെ പ്രശ്നം ഇത് അഫോർഡബിലിറ്റി കുറയുമ്പോൾ ഇത് മോഡിഫൈ ചെയ്യുന്നവരുടെ എണ്ണവും കുറയും. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലത്തെ റിസൾട്ട് കിട്ടണമെങ്കിൽ കുറെ സമയം എടുക്കും. ഇനി പറയാൻ പറ്റില്ല, റോയൽ എൻഫീൽഡിന്റെ കാര്യമാകുമ്പോൾ ഇവര് വില കുറച്ച് പ്രതീക്ഷിക്കണ്ട. ഒരിക്കലും ഇല്ല. സെയിം എഞ്ചിനാണ് ഇവർക്ക്, അധികം ഇതിന്റെ ആവശ്യം വന്നില്ല, പ്രീമിയം ഇടേണ്ട ആവശ്യമുണ്ട്. അതിൽ കാര്യമില്ലല്ലോ, എഞ്ചിൻ വലുതായില്ലേ. അവരുടെ ലൈനപ്പിൽ ഏറ്റവും ടോപ്പ് വണ്ടി ആകുമ്പോൾ പിന്നെ അതിന്റെ പ്രീമിയം കൂടി ഇടണമല്ലോ സ്വാഭാവികമായിട്ടും. പക്ഷെ പറയാൻ പറ്റില്ല, എങ്ങാനും കുറച്ച് മറ്റേ സൂപ്പർ മീറ്ററിന്റെ ഒക്കെ റേഞ്ചിൽ തന്നെ വിറ്റാൽ ഒരിക്കലും ഇല്ല, സാധ്യത കുറവാണ്. അത് വരും, ബേസ് വണ്ടി വരും, പക്ഷെ എന്നാലും കാര്യമില്ല. എത്ര പേര് എടുക്കും, അവിടെയാണ് കാര്യം ഇരിക്കുന്നത്. 5-6 ലക്ഷം രൂപ എടുത്തിട്ടല്ലേ, വലിയ വിഷയം. പക്ഷെ ഇതാണ് പിന്നെ എടുക്കും, ആരാണ് എടുക്കാൻ സാധ്യതയുള്ളത്? ഈ വണ്ടി ഉപയോഗിച്ച് അതായത് ടൂർ ചെയ്തുള്ള പ്രായം ചെന്ന ആൾക്കാർ. ഈ വണ്ടി എടുക്കുന്നവർ ആരായിരിക്കും, വലിയ GS പോലത്തെ വണ്ടികൾ ഉള്ളവര് ഈ 450 എടുത്തവർ. നമ്മുടെ നാട്ടിൽ അത്തരം GS-നുള്ള ഒരു ഇതുണ്ടോ? നമ്മുടെ നാട്ടിൽ GS-കൾ കുറവല്ലേ? GS അല്ല, ടൈഗർ, അങ്ങനത്തെ വലിയ വലിയ. ഞാൻ എന്താ പറയുന്നത്, ഇത് എനിക്ക് തോന്നുന്നത് എന്താ പറയുക, കുറച്ചുകൂടെ പ്രായം ചെന്ന തലമൂത്ത റൈഡേഴ്സ് ആയിരിക്കും ഇത് എടുക്കാൻ പോകുന്നത്. പൈസയുള്ള സാവകാശം സമാധാനമായിട്ട് നടുവിനൊന്നും പ്രശ്നമില്ലാണ്ട് ക്രൂസ് ചെയ്ത് പോകാൻ പറ്റുന്ന, എന്നാൽ നല്ല സ്പീഡിലും പോവാം, അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ ഇതാക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ എടുക്കാൻ പോകും. സുഖമായിട്ട് 200 കയറുമായിരിക്കും വണ്ടി, സുഖമായിട്ട് 160 ഇത് എടുക്കുന്നതല്ല, ഇത് നമ്മളിത് വാങ്ങാനുള്ളൊരു സാമ്പത്തികം ഒരു വലിയ ഘടകമാണ്. അപ്പോൾ മിക്കവാറും ഇത് എടുക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ നീ പറഞ്ഞ പോലെ പുറത്തൊക്കെ GS-ന് ഫാൻസ് ഉള്ള പോലെ ഇവിടുത്തെ GS ആയി മാറാൻ പോകുന്ന സാധനമായിരിക്കും ഇത്. അങ്ങനെയല്ല, ഇവിടെ പൊതുവെ ഹിമാലയൻ 450 അന്ന് പണ്ട് ബിഗ് ബെയർ എങ്ങാണ്ട് പറഞ്ഞിട്ട് ഓർമ്മയിൽ വന്ന പുള്ളിയുടെ മറ്റേ ഇതുണ്ടായിരുന്നു, ഏത് സുസുക്കിയുടെ വീസ്റ്റോം 650 ഉണ്ടായിരുന്നു. പുള്ളി ഹിമാലയൻ 450 എടുത്തപ്പോൾ അത് കൊടുത്തു. കാരണം പുള്ളി പറഞ്ഞത് ഇത് തരുന്ന ഒരു 80-85% ഇതിന്റെ 4-1 വിലയിൽ ഈ വണ്ടി തരുന്നുണ്ട് ഹിമാലയൻ 450. അപ്പൊ പിന്നെ എന്തിനാ വണ്ടിയുടെ ആവശ്യം എന്നുള്ളതാണ്. അപ്പം ഞാൻ ചിന്തിക്കുന്നത് ഈ വണ്ടി കൂടുതൽ എടുക്കാൻ സാധ്യതയുള്ളവരെന്ന് പറഞ്ഞാൽ ഈ വലിയ അഡ്വഞ്ചർ ബൈക്കുകൾ കയ്യിലുള്ളവരുണ്ടല്ലോ,
അങ്ങനെയുള്ളവർ ആ വണ്ടിക്ക് കൊണ്ടു നടക്കാനുള്ളൊരു മെയിൻ്റനൻസ് സ്ട്രഗിൾ ഉണ്ടല്ലോ, അതെ പാർട്സ് കിട്ടത്തില്ല, ഇതിന് മെയിൻ്റനൻസ് കൂടുതൽ, മൈലേജ്, അങ്ങനെയുള്ളവർക്ക് ഒരു സേഫ് ആയിട്ടുള്ള എടുക്കാൻ പറ്റിയ ഒരു സെക്കൻഡറി ബൈക്കാണ് ഇത്. അതെ ഞാൻ പറഞ്ഞേ, ഇതാണ് ഇത്. നമുക്ക് ഒരു 50-55 BHP ഇതിന് പവർ ഉണ്ടെങ്കിൽ 55 സുഖമായിട്ടുണ്ടാവും. ഈ ഒരു വിലയിൽ അത് ഭയങ്കര വർത്താണ്. BHP ടു എന്താ പറയുക, അതിൻ്റെ വില ഇതും കൂടെ തമ്മിൽ നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര വാല്യൂ ആയിരിക്കും ഈ വണ്ടി തരിക. പിന്നെ ഇത് പാർട്സ് മെയിൻ്റനൻസ് എളുപ്പമാണ്. എയർ കൂൾഡ് എഞ്ചിൻ, ഇത് ടെസ്റ്റ് ചെയ്തിട്ട് ഉറപ്പുള്ള എഞ്ചിൻ, ഇത്രയും കാലമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു എഞ്ചിനാണ്. എത്ര കൊല്ലം, 7-8 കൊല്ലം കണ്ട ഈ എഞ്ചിൻ ഇറങ്ങിയിട്ട്. അപ്പോൾ കംപ്ലൈൻറ്റ് വരാനുള്ള സാഹചര്യം കുറവാണ്. പിന്നെ സ്മൂത്ത് ആയിരിക്കും, ട്വിൻ സിലിണ്ടർ ആയതുകൊണ്ട് സ്മൂത്ത് ആയിരിക്കും. എല്ലാം കൊണ്ടും നോക്കുമ്പോൾ ഇതായിരിക്കും ഒരു നല്ല ഇത്. അങ്ങനെ ഉള്ളവരായിരിക്കും ഇത്. പിന്നെ സാധ്യതയുള്ള, എൻ്റെ മനസ്സ് പറയുന്നത്, ചെറുപ്പത്തിൽ റൈഡ് ചെയ്തു, പിന്നെ നിർത്തി, അത് കഴിഞ്ഞിട്ട് കുറച്ച് പ്രായം കഴിഞ്ഞ് വീണ്ടും റൈഡിങ്ങിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ ഇതിലേക്ക് നോക്കാൻ സാധ്യത ഉണ്ടാവും. എൻ്റെ മനസ്സ് പറയുന്നത് സിമ്പിളായിട്ട്, ഈ പറഞ്ഞ നേരം പറഞ്ഞ ഈസി ആയിട്ട് യൂത്തിൽ ഈ വണ്ടി എത്രത്തോളം ഹിറ്റ് ആവും എന്നുള്ള എനിക്ക് സംശയം. എത്ര വിലയാണ് ഇത് താങ്ങാനുള്ള ഒരു വിഷയം, അഫോർഡബിൾ അല്ല. അതൊരു ഇതേപോലെ ഇപ്പോൾ ഒരു 5-6 ലക്ഷം രൂപയൊക്കെ, അല്ല 6-7 ലക്ഷം രൂപ വരികയാണെങ്കിൽ ഈ നമ്മൾ എങ്ങനെയൊക്കെ EMI ഇട്ട് ഈ പൈസ വരുമ്പോഴേക്ക് ഒരു ഭയങ്കര പൈസയാവും. ഇത് അടച്ചു വരുമ്പോഴേക്ക് ഒരു 10 ലക്ഷത്തിൻ്റെ അടുത്തെത്തും. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു മെച്യൂർ ആയ റൈഡേഴ്സിനെ മാർക്കറ്റ് ചെയ്തിട്ട് ഇറക്കുന്ന വണ്ടിയാണ് ഇത്. കാരണം ഇത്രയും CCയും പവറും കൂടിയ വണ്ടിയാണ്. അതൊരു മെച്യൂർ ആയ ആളുടെ കൈ കിട്ടിയാൽ അത് മര്യാദയ്ക്ക് അത് കൊണ്ടു നടക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത് വേറെ ഇതിലിപ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇതിൻ്റെ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫ്രണ്ടിൽ മഡ് ഗാർഡ് ഇല്ലാണ്ട്, അതായത് വേറെ അതും ഞാൻ പറഞ്ഞില്ല, ഓഫ് റോഡിങ്ങിനുള്ള വണ്ടിയല്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണത്. അതായത് അവിടെ മഡ് ഗാർഡ് കൊടുക്കാതെ, പക്ഷെ എന്ന് വെച്ചാൽ ടെനറയ്ക്കും അങ്ങനെ അവിടെ മഡ് ഗാർഡൊന്നും ഇല്ല. ആ വണ്ടി കൊണ്ട് ഓഫ് റോഡ് കളിക്കുന്നുണ്ട്, നോഡനും ഇല്ല. ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അവർ ഊരിക്കളയുന്ന ടെനറ. ഓക്കെ, അപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞത് ഒരു പ്യുവർ ഓൺ റോഡ് ബൈക്ക് കളിക്കാൻ പറ്റുമോ? അത് പറ്റും. കഴിവുള്ളവൻ എന്ത് കിട്ടിയാലും കളിക്കാലോ തന്നെ. ഇതിപ്പോ റോഡിൽ നിന്ന് ഇറക്കി എന്ന് പറഞ്ഞാൽ ഇവർ ഇതിന് മിക്കവാറും ഒരു ഓഫ് റോഡ് വേരിയന്റ് ഇറക്കും, മറ്റേ സ്പോക്ക് വീല് വരുന്ന സാധനം ഇറക്കും. എനിക്ക് ഇത് സ്പോക്ക് വീലിന് വില കുറവല്ലേ ഇതിന് വെച്ച് നോക്കുമ്പോ? ഇതിന് വില കൂടുതലല്ലേ ഈ 5000 രൂപയുടെ വ്യത്യാസം ഉണ്ടാകത്തുള്ളൂ. ഞാൻ പറഞ്ഞ അപ്പൊ ഈ കുറെ സാധനം വിൽക്കുമ്പോൾ ഈ ഓഫ് റോഡ് സ്പെക്ക് ആയിട്ട് പറഞ്ഞാൽ ഇറക്കാനും പറ്റൂലോ? അത് ഇറക്കും, നമുക്ക് നോക്കാൻ കണ്ടറിയാം. ഇത് വേറെ 1-2 കാര്യം, ഷാസി മറ്റേതുപോലത്തെ ബോൾട്ടോൺ ഷാസി അല്ല. നമ്മുടെ 450യുടെ ഇതിൽ വരുന്നത് മറ്റേ 2 പീസായിട്ടുള്ള ഷാസിയാണ്. ഇത് പക്ഷെ ഒരു സിംഗിൾ യൂണിറ്റ് ആണ്, ക്രേഡൽ ഫ്രെയിം ആണെന്ന് തോന്നുന്നു. കണ്ടില്ലേ, അടിയിലൂടെ ഇതായിട്ട് ഇത് അതിനകത്ത് അകത്തിട്ടാണ് ഇരിക്കുന്നത്. മറ്റേതല്ലേ എഞ്ചിൻ അടിയിലും അവിടെ അല്ലല്ല, എഞ്ചിൻ സ്ട്രെസ് മെമ്പർ ആയി ഇരിക്കുന്ന കാണുന്നില്ല, കണ്ടില്ല, ഇവിടെ കണ്ടില്ലേ അതിൻ്റെ ഇത് കാണുന്നുണ്ട്. ബാഷ് പ്ലേറ്റ് ഉണ്ട് വണ്ടിക്ക്. പിന്നെ ഇത് ഇതാണ് ലിങ്കേജ് ടൈപ്പ് ഷോക്ക് തന്നെയാണ് വരുന്നത്. ഹിമാലയ മറ്റേ 450യുടെ പോലെ മേളിലോട്ട് കയറി ഇരിക്കുകയല്ലേ, ഇത് നേരെ താഴെ. എനിക്ക് തോന്നുന്നു ഇവര് റിസ്ക് ഇല്ലാണ്ട് ഒരു 200 mm ആയിരിക്കും മിക്കവാറും കൊടുക്കുക. കളിക്കേണ്ടവന് കളിക്കാം ആ രീതിയിൽ, കാരണം ഇത്രയും വെയിറ്റും ഉള്ളതല്ലേ. പിന്നെ അതേപോലെ ഒരു വേറെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഇതാണ്, ഈ മിറർ. റോയൽ എൻഫീൽഡുകളുടെ ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നില്ല ഒരു വണ്ടിയിൽ ഇവർ ഇങ്ങനത്തെ ഷേപ്പിലുള്ള മിറർ കൊടുത്തത്. എല്ലാം റൗണ്ട് മിററാണ്. ചിലപ്പോൾ അതിനും ഈ വണ്ടിയിൽ മാറ്റം കൊണ്ടുവരാൻ സാധ്യത കാണുന്നുണ്ട്. ടൂറിങ്ങിന് വേണ്ടി കുറച്ച് വീതിയുള്ള കൊടുത്തായിരിക്കും. സാധ്യത ഉണ്ട്, അതിനും സാധ്യതയുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഈ സർക്കുലർ മറ്റേ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതാ ഈ ഒരു സാധനം ഉണ്ട്, പഴയ വണ്ടിയുടെ തന്നെയാന്ന് തോന്നുന്നു. 450യുടെ പോലെ കണ്ടിട്ട് തോന്നുന്നുണ്ട്. അതേപോലെ ഇതിനെന്തായിരുന്നു പറയാ, ടെയിൽ റാക്ക് വണ്ടിയിൽ വരുന്നുണ്ട്. ബാക്കിൽ ഡിസ്ക്, വേറെ എന്തെങ്കിലും സെൻട്രൽ സ്റ്റാൻഡും ഉണ്ട് വണ്ടിക്ക്. ഇത്രയും വെയിറ്റ് ഉള്ള വണ്ടി സെൻട്രൽ സ്റ്റാൻഡ് കൊടുക്കുന്നത് നല്ലൊരു കാര്യമാണ്. വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും പൊന്നെന്ത് തോന്നുന്നു, ഈ വണ്ടി ഹിറ്റ് ആവുമോ ഇന്ത്യൻ മാർക്കറ്റില്? വിദേശങ്ങളിലെ ഉദ്ദേശം ആയിരിക്കണം അല്ലേ? ചിലപ്പോൾ അവിടെ നമ്മുടെ ഇന്ത്യയിൽ അത്ര വലിയ ഇതാവാൻ തോന്നില്ല. ഇത് ചുമ്മാ നേരത്തെ പറഞ്ഞാൽ ഇങ്ങനെ കാണാം, ഇങ്ങനത്തെ ഒരു സാധനം ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഉള്ളവർ കുറച്ച് റയർ പീസ് ആയിട്ടായിരിക്കും. കാരണം പിള്ളേരുടെ കയ്യിൽ എന്തായാലും ഇത് കണ്ടമാനം ഉണ്ടാവാൻ പോകുന്നില്ല. അല്ല പിന്നെ യൂസ്ഡ് വണ്ടികൾ ഇറക്കേണ്ടി വരും, അതിന് സമയം എടുക്കും. വണ്ടികൾ ഇറക്കണമെങ്കിൽ ആവണേ തന്നെ സമയം എടുക്കുമല്ലോ. അതെ, പിന്നെ പറയാൻ പറ്റില്ല, ഇത് കാണുമ്പോൾ ഒരു വണ്ടി പുതിയത് വരുമ്പോൾ ആൾക്കാർക്കൊരു ഇതുണ്ടാവുമല്ലോ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞാൽ കുറച്ചും കൂടെ ഞാൻ ഇപ്പോൾ ഇത് ആലോചിച്ചപ്പോഴാണ്, ഇത് UK അമേരിക്കന്ന് ആലോചിച്ച് നോക്ക്. അവിടെയുള്ള റൈഡേഴ്സിന് അവരുടെ അവിടുത്തെ റോഡ് വെച്ചിട്ട് ഈ വണ്ടിയൊക്കെ ബിഗിനർ വണ്ടി ആയിരിക്കും. ഹിമാലയൻ 450 ഭയങ്കര ഇതായി, ഇവിടെ വിൽക്കുന്നതിൽ ഡബിളാണ് വിദേശത്ത് പോകുന്നതെന്ന് തോന്നുന്നു ഓരോ മാസങ്ങളിലും. അപ്പൊ ഇങ്ങനെ ഒരു ബൈക്ക് ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇത് അതിനേക്കാൾ സക്സസ്ഫുൾ ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് അവര് റോയൽ എൻഫീൽഡുകളെ കാണുന്ന വിന്റേജ് ബൈക്ക് പോലെയാണ് അവിടെ ഉള്ളവർ കാണുന്നത്. ഈ ടെക്നോളജി ഉള്ള ബൈക്ക് ഓടിച്ചിട്ട് റോയൽ എൻഫീൽഡ് ഓടിക്കുമ്പോൾ ഭയങ്കര വിന്റേജ് ഫീലാണ് അവർ പറയുന്നത്. അപ്പൊ അങ്ങനതല്ല, അവിടെ എന്താ പറയുക, പല തരത്തില് പല വലിപ്പത്തിൽ സൈസിലും ഷേപ്പിലും വണ്ടികൾ പലതും കിട്ടുമ്പോൾ അതിനകത്തൊരു ചെറിയ വണ്ടി ഇവിടുന്ന് വരുന്ന ഒരു വണ്ടി എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഇതുണ്ടാവുമല്ലോ. പിന്നെ 55 BHP എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്ലാസ് ആണല്ലോ.
വലിയ ഒരു ഇതായിട്ടുള്ള നല്ല അത്യാവശ്യം ഇതാണ്. ഇതിപ്പോ എപ്പോഴാണ് ഇറങ്ങുന്ന സാധനം? നവംബറിലോ? എനിക്ക് തോന്നുന്നു ഡിസംബർ ഈ കൊല്ലം അവസാനത്തെ ക്വാർട്ടറോ അല്ലെങ്കിൽ അടുത്ത കൊല്ലം ആദ്യത്തെ ക്വാർട്ടറോ ആയിരിക്കും എനിക്ക് തോന്നുന്നു. 440 കാണാൻ തുടങ്ങിയിട്ട് മിക്കവാറും അവസാനം ആകുമ്പോഴേക്ക് ഇറങ്ങുമെന്ന് എനിക്ക് ഇത് പ്രൊഡക്ഷൻ റെഡി ആണെന്നാണ് തോന്നുന്നത്. കണ്ടിട്ട് വേറെ ഒരു സാധനം നേരത്തെ കണ്ട ഫോട്ടോ അതിനകത്ത് കുറെ സാധനം ഇതായിരുന്നു. ഇതിനകത്ത് കണ്ട എല്ലാം പ്രൊഡക്ഷൻ റെഡി ആയിട്ട് ഇരിക്കാന്ന് തോന്നുന്നു. C8 ടയർ ആട്ടോ കൃത്യം കാണുന്നുണ്ട്. C8 ടയർ വലിയ ടയറാന്ന് തോന്നുന്നു. ബാഡ്ജിങ് ഒന്നും ഇല്ലാന്നുള്ളൂ. റോയൽ എൻഫീൽഡിന്റെ ഒരു ബാഡ്ജിങ് ഇവിടെ ഉണ്ട്. അതല്ല വണ്ടിയിലൊന്നും ചിത്രപ്പണി കാര്യങ്ങളൊന്നും ഫുൾ ബ്ലാക്ക് വണ്ടി. പിന്നെ ഈ ടാങ്കിന്റെ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു ശരിക്കും. 411 ടാങ്ക് അത് കുറച്ചുകൂടെ പൊക്കിയിട്ട് ഉള്ളിലോട്ട് തള്ളി. എനിക്ക് തോന്നുന്നു സുഖമായിട്ട് ഒരു 20 ലിറ്ററിന് മേലെയുള്ള കപ്പാസിറ്റി ഉണ്ടാവും ഇതിന്. നല്ല വലിയ ടാങ്കാ കണ്ടിട്ട്. 20 ലിറ്ററും കൂടെ വരുമ്പോഴേക്ക് വണ്ടി നല്ല വെയിറ്റ് ആയിരിക്കും. പിന്നെ മൈലേജ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. കൂടിപ്പോയി കഴിഞ്ഞാൽ 25 കിലോമീറ്റർ കിട്ടിയ ഭാഗ്യം. അതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. 25-ന്റെ 30-ന്റെ ഇടയിൽ 20-25 ഇടയിൽ 30 കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്രൂസ് കൺട്രോൾ ഒക്കെ ഉള്ളത് കൊണ്ട് കുറെ ഉണ്ടാവുമായിരിക്കും. അതെ, എന്തായാലും ഇറങ്ങട്ടെ വണ്ടി. അതെ, എന്തായാലും എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് നല്ലൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ പോകുന്ന വണ്ടി. പക്ഷെ ഇന്ത്യയിൽ വിറ്റ് പോകാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. ഓടിക്കാൻ ഭാഗ്യം ഉണ്ടാവാൻ നോക്കാം എന്തായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അന്ന് പറഞ്ഞില്ലേ എനിക്ക് പിന്നെ ഒരു മനംമാറ്റം വന്ന് നമ്മൾ ഇനിയൊരു വണ്ടി അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ 450 എടുക്കാനല്ലായിരുന്നു. 450 കഴിഞ്ഞ് ഞാൻ ഇത് മറ്റേ ഇനി KTM-ന്റെ അഡ്വഞ്ചർ ട്വിൻ സിലിണ്ടർ ഇറങ്ങാൻ പോകുന്നുണ്ട്. അതൊന്നും എടുക്കുക. ഇതേപോലെ തന്നെ 50-55 BHP പവറും ഉണ്ടാവും. ഈ ഒരു പവർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിലല്ല, നമുക്ക് മടുക്കൂല. നമ്മുടെ ഈ ഇവിടുത്തെ ഇന്ത്യൻ റോഡുകളുടെ ഒരു ഇപ്പോഴത്തെ ഒരു നിലവാരം വെച്ച് നമുക്കിത് മടുക്കൂല. ഇത് അത്യാവശ്യം ആവശ്യം കൂടുതൽ പവർ ഉണ്ട്. അതായത് ഈ ഇതിന്റെ കമ്പിയിൽ പിടിച്ചിങ്ങനെ ഇരിക്കണ്ടത്. ഈ വലിയ വണ്ടികളുടെ ഒരു പേടിപ്പിക്കുന്ന ഒരു വിഷയമല്ല. അതെ, അത്യാവശ്യം നമുക്ക് സ്പീഡിൽ പോവുകയും. അതെ അതെ അതെ. എന്നാലും എനിക്ക് തോന്നുന്നു നല്ലൊരു വണ്ടി ആയിരിക്കും ഇത്. ഒന്നാമത്തെ കാര്യം ഇതാണ്, ആ എഞ്ചിനാണ്. അത് നല്ല ടോർക്കി ആയിട്ടുള്ള എഞ്ചിനാണ്, നല്ല ക്യാരക്ടറുള്ള എഞ്ചിനാണ്. അതേപോലെ അങ്ങനെ കംപ്ലൈൻറ്റുകൾ അധികം കേൾപ്പിക്കാത്തൊരു എഞ്ചിനാണ്. എനിക്ക് എയർ കൂൾഡ് എഞ്ചിൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. അധികം വേറെ അതിനകത്ത് വലിയ കാര്യമായ മെക്കാനിക്കുകളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടാണ്. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഇവർ 750 ഇപ്പോഴാണ് ഇറക്കിയത്. ഇതിനു മുമ്പേ ഓരോരോ വലിയ വലിയ കമ്പനികൾ ഈ NMW റേസിങ്ങും പിന്നെ SS മോട്ടോകോപ്പ് അല്ലല്ലോ, വേറൊരു കമ്പനി ഉണ്ട് ഇതേപോലെ. അവരൊക്കെ ഓൾറെഡി ഹിച്ച്കോക്കാരൊക്കെ ഇതിന് ഓൾറെഡി 865-ന്റെ ബിഗ് ബോർ ഇറക്കിയിട്ടുണ്ട്. അല്ല, 650-ന്റെ എഞ്ചിനിൽ വെച്ചിട്ട് 865 ആക്കുന്നത്. അതിന് ഏകദേശം എനിക്ക് തോന്നുന്നു 60 ഹോഴ്സ് പവർ എങ്ങാണ്ട്, പവർ 60-ന് മേലെ എങ്ങാണ്ട് ഉണ്ടാക്കാൻ പറ്റും ആ കിറ്റിന്. 1 ലക്ഷം രൂപ എങ്ങാണ്ട് കിറ്റിന്റെ വില. പലരും ചെയ്തിട്ടുണ്ട് അത് ഇന്ത്യയിലൊക്കെ. അല്ല, ഇപ്പൊ അന്ന് വണ്ടി വാങ്ങിയവരാ. പക്ഷെ ഇങ്ങനത്തെ ഒരു വണ്ടി കിട്ടൂല. അതാണ് ഇതിപ്പോ എന്താന്ന് പറഞ്ഞാൽ ഈ 650 ഉള്ള വണ്ടികളെല്ലാം താന്നിരിക്കുന്ന വണ്ടിയല്ല. ഈ ഒരു ഷേപ്പിലുള്ള ഒരു വണ്ടി കിട്ടൂല. അത് കിട്ടൂല എന്ന് മാത്രല്ല, ഇത് നമ്മൾ പക്ഷെ അവരത് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ആ കിറ്റും സൂട്ട് ആവുമായിരിക്കില്ല. പറ്റും. അപ്പൊ പിന്നെ ഇത് 700 720 അത് പറയാൻ പറ്റില്ല. 880 പറയാൻ പറ്റില്ല. അത് പറയാൻ പറ്റില്ല. ഇതിന്റെ ഇന്റേണൽസ് എന്തൊക്കെ മാറിയിട്ടുണ്ടെന്ന് അറിയത്തില്ലല്ലോ. അല്ല, ഈ എഞ്ചിനെല്ലാം സെയിം ആയിരിക്കില്ല. ഇതിൽ ആകെ ബോറ് കൂട്ടലും പിന്നെ പിസ്റ്റന്റെ വലിപ്പമല്ല വ്യത്യാസം ഉണ്ടാവും. അത് നമ്മൾ 440-യുടെ കാര്യം പറയുമ്പോൾ നമുക്ക് പറയാം, കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും എന്തായാലും. ഇതിനും ചിലപ്പോൾ ഇനിയിപ്പോൾ ചിലപ്പോൾ ഉണ്ടല്ലോ, ഇനി ഈ എഞ്ചിൻ ഇപ്പം ഇത്രയും കമ്പനിയിൽ നിന്ന് വരുമ്പോൾ ചിലപ്പോൾ 900 അല്ലെങ്കിൽ 1000 cc-യുടെ ബിഗ് ബോർ ആക്കി ഇനി ഇറങ്ങാൻ പോകുന്നു. ആലോചിച്ച് നോക്കിയൊക്കെ. പക്ഷേ ഞാൻ ഒരിക്കലും സത്യം പറയാം, റോയൽ എൻഫീൽഡ് പോലത്തെ ഒരു ടീം ഇത്രയും വലിയ CC സെഗ്മെന്റിലേക്ക് കയറുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷയല്ല കേട്ടോ. അവര് പക്ഷെ നല്ലോണം വളർന്ന് ഇതിലൊന്നും വലിയ അതിശയം തോന്നുന്നില്ല. ഇങ്ങനെ വണ്ടികൾ ഉണ്ടാക്കി. അതായത് റോയൽ എൻഫീൽഡ് ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത് അവരൊരു 350 500 ഇല്ല 350 ആ ഒരു കളി അതിന്റെ ഉള്ളിലെ നിൽക്കത്തുള്ളൂ. എനിക്ക് എന്താ അറിയോ, എനിക്ക് സത്യം പറഞ്ഞ ഈ വണ്ടികൾ ആ കമ്പനികൾക്ക് പ്രത്യേകിച്ച് വലിയ അതിശയം തോന്നാറ്. അപ്പോൾ തന്നെ ഇപ്പൊ ഹീറോക്കാർ പെട്ടെന്ന് അടുത്ത ദിവസം പറയാണ് ഞങ്ങൾ ഒരു 900 cc-യുടെ വണ്ടി ഇറക്കാന്ന് പറഞ്ഞപ്പോൾ ഒരു ഞെട്ടലുണ്ടാവില്ല. കാരണം അതായത് ഒരാളുടെ ട്രാക്ക് റെക്കോർഡ് ഇങ്ങനെയാണ്. ഞാൻ കമ്പനികൾ ഞാൻ അങ്ങനെ നോക്കാറില്ല. ഞാൻ എന്റെ എന്ന് പറയുന്ന മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു വണ്ടി അതെനിക്ക് ഓടിക്കുക, ആസ്വദിക്കുക, അതിൽ പണിയാ, അത്രേ ഉള്ളൂ. അതാണ് എന്റെ ചിന്ത. ഞാനിതാ ചിന്തിക്കും. ഒരു പക്ഷെ ഞാൻ അങ്ങനെ നോക്കുന്നതുകൊണ്ട് ഞാനിപ്പോ നീ പറഞ്ഞോണ്ടിരിക്കുമ്പോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എന്നെ അതിശയിപ്പിക്കുന്നില്ല. എനിക്കെന്താ ഇത് ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സുഖമാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പൊ കമ്പനികൾ ഇങ്ങനെ വണ്ടികൾ ഇറക്കിക്കൊണ്ടിരിക്കും, ആൾക്കാർ വാങ്ങും, ഉപയോഗിക്കും. ഇതാണ് ഇത് നമ്മുടെ മറ്റേ ലൈഫ് സൈക്കിൾ ഇങ്ങനെ കറങ്ങി തിരിച്ച് വന്നുകൊണ്ടേയിരിക്കും. പുതിയ ഇനി കുറച്ച് കഴിയുമ്പോൾ വലിയ വലിയ വണ്ടികൾ വേറെ വരും. ഇപ്പൊ ഇവർ ഇറക്കിയ സ്ഥിതിക്ക് അടുത്തടുത്ത കമ്പനികളുടെ നിന്ന് വരാൻ തുടങ്ങും. പിന്നെ 6 സ്പീഡ് ഗിയർ ബോക്സ് തന്നെയായിരിക്കും, അതിനൊന്നും മാറ്റം ഉണ്ടാവില്ല. വേറെ നല്ല കംഫർട്ടുള്ള വണ്ടിയായിരിക്കും. അതായിരുന്നു നല്ലൊരു വണ്ടി ആവട്ടെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിന്റെ കാര്യത്തിൽ നമുക്ക് ഇത്രയേ ഉള്ളൂ. പൊന്നെ വേറെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതാ പറഞ്ഞേ,
ഞാൻ നീ പറയുന്നത് ഇങ്ങനെ കേട്ട് നിൽക്കാന്നല്ലോ, എന്നെ ഇങ്ങനെ കാര്യങ്ങൾ അതിശയം. ഞാനിങ്ങനെ ഉണ്ടോ, ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഞാൻ നോക്കുന്നത്. വേറെ ഒന്നും എനിക്ക് തോന്നുന്നില്ല, എക്സ്ട്രാ നമുക്ക് ശ്രദ്ധയിൽ പെടുന്നൊന്നും കാണുന്നല്ലേ ഉള്ളൂ. അതെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി അടുത്തത് എൻ്റെ ഒരു പ്രഡിക്ഷൻ വിലയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് 5.5 to 6 ഇടയിലായിരിക്കും ഇതിൻ്റെ വില ഇടാൻ സാധ്യത. ഏറ്റവും പ്രീമിയം ഉള്ള വണ്ടി ഇതായിരിക്കും. ബേസ് വണ്ടിക്ക് ഒരു 5.5 to 6 ഇടയിൽ. എക്സ് ഷോറൂം ഒരു 5.5 ഇടേണ്ടി വരും. 5.5 ഇട്ടാലൊക്കെയാണ് ഇത്രയും ടെക്നോളജി ഉള്ളത് കൊണ്ട് ഓൺ റോഡ് വരുമ്പോഴേക്കും അപ്പൊ നല്ലൊരു എമൗണ്ട് 6 ലക്ഷം രൂപയൊക്കെ ആവുമായിരിക്കും. 6 ലക്ഷം രൂപയൊക്കെ ആവും. അത് 7ന്റെ അടുത്ത് പ്രതീക്ഷിക്കേണ്ടി വരും. അതെ, അത് പ്രതീക്ഷിക്കണം. പക്ഷെ എന്താന്ന് പറഞ്ഞാൽ ആ വിലക്ക് കിട്ടുന്ന വണ്ടി അതിന് കോമ്പറ്റീഷൻ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര വാല്യൂ ആണ്. ഈ 55 bhp പവറുള്ള ഒരു വണ്ടി വേറെ നോക്കണമെങ്കിൽ അത്രയും പൈസ നമ്മൾ വേറെ കൊടുക്കണം ആ ക്ലാസ്സിലേക്ക് പോകണമെങ്കിൽ. പിന്നെ അത് വേറൊരു കാര്യമുണ്ട്, എത്ര പേര് ഇതിലേക്ക് പോകും അതാണ്. ഇന്ത്യയിൽ ഈ വണ്ടി ഹിറ്റാവാൻ സാധ്യത ഭയങ്കര കുറവാണ്. ഇത് വിദേശങ്ങളിലാക്കി ഈ വണ്ടി ഹിറ്റാവും. നോക്കി ഇവർക്ക് KTM ഹുസ്ക്വറിനെയും പിന്നെ എല്ലാം വണ്ടികളുണ്ടല്ലോ. പക്ഷെ റോയൽ എൻഫീൽഡ് ഒരു നീഷ് കസ്റ്റമേഴ്സ് അത് വാങ്ങുക. അതായത് ഒന്നിലെ പഴയ ആൾക്കാർ പ്രായം നോക്കാം. ഇതിപ്പോ എന്തായാലും ഇത് ഇറങ്ങി കഴിഞ്ഞിട്ട് ഈ ബൈക്ക് എന്തുകൊണ്ട് ഹിറ്റാവാൻ പറയാൻ കാരണം എന്താ അറിയോ, ഈ ഇന്റർസെപ്റ്ററും കോണ്ടിനെന്റൽ GT അവിടെ പോയിട്ട് ഭയങ്കര ഹിറ്റായ വണ്ടിയാണ്. അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിന്റെ സിംപ്ലിസിറ്റിയാണ്. ആ വണ്ടി ഓടിക്കുമ്പോൾ ആൾക്കാർ പറയുന്നത് ഒരു പഴയ 90കളിലെ വണ്ടി ഓടിക്കുന്ന ഫീലാണ് അവർ പറയുന്നത്. കോണ്ടിനെന്റൽ GT അതിനൊക്കെ വേറെ പ്രത്യേകത ഉണ്ട്. കാരണം അവിടുന്നാണ് കഫേ റേസേഴ്സും ഇങ്ങനത്തെ സ്ക്രാംബ്ലറൊക്കെ ഉണ്ടായി വന്ന സ്ഥലം. ബ്രിട്ടീഷുകാർക്ക് അങ്ങനത്തെ ഒരു വികാരം കൂടി ഉണ്ടാവും. പക്ഷെ അമേരിക്കയിലെ വണ്ടി ഹിറ്റായതോ? ഇത് അങ്ങോട്ട് എത്തിയിട്ടുണ്ടാവും ഇതേ സംഭവം. അതല്ല വന്ന ഇത് നീഷായിട്ടുള്ള ആൾക്കാരെ വണ്ടികൾ വാങ്ങുന്നത്. അവരുടെ മുമ്പിൽ വണ്ടി ഹിറ്റായിട്ടും സക്സസ് ആവട്ടെ. 411 പക്ഷെ ഹിറ്റായിട്ടില്ല. 411 എല്ലാം കുറ്റം അവർ പറഞ്ഞിട്ടുള്ളൂ. 411 ഒരു മോശം. അതെന്താന്ന് പറഞ്ഞാൽ അത് ഇന്ത്യക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയ വണ്ടിയാണ്. പക്ഷെ അത് ഒരു ടെസ്റ്റ് അടിച്ചു നോക്കി വിദേശങ്ങളിൽ. അതല്ല, അതാ പറഞ്ഞ ഇത് ഇന്ത്യൻ ആൾക്കാർക്ക് വേണ്ടി ഉണ്ടാക്കി. ഈ സംഭവമൊക്കെ എന്ന് പറഞ്ഞാൽ കയറ്റി വിടാൻ വേണ്ടി ഉണ്ടാക്കിയ വണ്ടികളാണ്. അതെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ ഹിറ്റാവുമെന്ന്. നമുക്ക് നോക്കാം, കണ്ടറിയാം. ഇതിനു വേണ്ടി ഒരു കസ്റ്റമേഴ്സ് ഒരു മാർക്കറ്റ് ഉണ്ട്. എനിക്ക് ആഗ്രഹമുണ്ട് ഭാവിയിൽ ഞാൻ പൈസ ഇട്ടിങ് എത്തരണം. സത്യം പറയാം, എനിക്ക് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ലുക്ക് എനിക്ക് വലിയതായി ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഒരു എടുപ്പില്ല വണ്ടിക്ക്. അത് കളറൊക്കെ വരുമ്പോഴേക്കും ചിലപ്പോൾ ഒരു ഭംഗി ഉണ്ടെങ്കിലോ. നമ്മൾ മോഡിഫൈ ചെയ്യുന്ന പോലെ ഇരിക്കുമല്ലോ, ലുക്കൊക്കെ മാറ്റാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്കൊന്ന് ഇതിനെക്കുറിച്ച് ഇത് മതി. ഇനി അടുത്തത് പറയാനുള്ളത് 440 കുറിച്ച് പറഞ്ഞില്ലായിരുന്നു. ഒന്നും പറഞ്ഞില്ലല്ലോ. അതിൻ്റെ 1-2 പെട്ടെന്ന് പറഞ്ഞ് തീർക്കാം എൻ്റെ ഒരു അഭിപ്രായത്തിൽ. അതായത് അധികം പറയാനൊന്നുമില്ല. 411 സെയിം ഷാസി, സെയിം എൻജിൻ, സെയിം സസ്പെൻഷൻ. ആകെ എൻജിനിൽ ഗിയർ ബോക്സിലും ക്ലച്ചും ആയിരിക്കും. ബോറ് കൂട്ടിയിട്ടുണ്ട്. ക്ലച്ച് സ്ലിപ്പർ ക്ലച്ച് ഉണ്ടോ? സ്ലിപ്പർ ക്ലച്ച് ഉണ്ടാകാൻ സാധ്യതയില്ല, കാരണം സ്ക്രാമിൽ അതില്ല. ചിലപ്പോൾ ഇനി ഇതിൽ കൊടുക്കുമെന്നും അറിയത്തില്ല. 6 സ്പീഡ് മറ്റേ ആൾക്കാർ സ്വാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ആരും ചെയ്യുന്നില്ല. അതാ നമ്മളെ കണ്ടായ ഒരു പുള്ളി മാത്രമേ ഉള്ളൂ അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചത്. അത് വർക്കായില്ലെന്നും അറിയത്തില്ല. വേറെ ഒന്നും വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നോർമൽ ഇതായിരിക്കും. പക്ഷെ ഇപ്പൊ സീരീസിലൊക്കെ സ്ലിപ്പർ കൊടുത്ത സ്ഥിതിക്ക് ചിലപ്പോൾ ഇനി പറയാൻ പറ്റില്ല കേട്ടോ. പുതിയൊരു അപ്ഗ്രേഡ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അങ്ങനെ കുറച്ചുകൂടെ പൈസ കൂടുതൽ വാങ്ങാലോ. അതെ, അങ്ങനെയാണെങ്കിൽ അത് ഉണ്ടാവും. എനിക്ക് തോന്നുന്നില്ല. 6 സ്പീഡും 440cc, 1 bhp കൂടുതലാണ്, 2 Nm ടോർക്ക് കൂടുതലാണ്. അതിനേക്കാളൊക്കെ ഉപരി അന്യായ ക്യാരക്ടറാണ് എല്ലാവരും പറയുന്നത്. ഞാൻ ഓടിച്ചിട്ടില്ല വണ്ടി, പക്ഷെ ആൾക്കാർ പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത ക്യാരക്ടർ. നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതിൻ്റെ പവറിലൊന്നുമല്ല, ആ വണ്ടി പോകുന്ന ഒരു ഫ്ലോ ഉണ്ടെന്നാണ് പറയുന്നത് ആ വണ്ടിക്ക്. അതായത് 100 കിലോമീറ്റർ വരെ എനിക്ക് ക്രൂയിസ് ചെയ്യാന്നാണ് എല്ലാവരും പറയുന്നത് കേട്ടോ. അതിൽ സുഖമായിട്ട് വൈബ്രേഷൻ എന്ന് പറഞ്ഞൊരു സാധനമില്ല. 120 വരെ വൈബ്രേഷൻ ഇല്ലാന്നാണ് പറയുന്നത്. നമ്മുടെ 411 ഓടിച്ചു കഴിഞ്ഞാൽ 80 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജീവൻ മരണ പോരാട്ടമാണ് ആ ബൈക്കിൽ നടത്തുന്നത്. 60 എത്തുമ്പോഴേ വിറയ്ക്കാൻ തുടങ്ങും. 80 ഞാൻ ഓടിച്ച എനിക്ക് തോന്നുന്നു 80 അതിന്റെ സ്വീറ്റ് സ്പോട്ടാണ് നമ്മുടെ 411. ഇത് 100 വരെ കയറുമെന്നാണ് പറയുന്നത്. 80 വിറയുണ്ട്. 80 കുറെ നേരം പോയി കഴിഞ്ഞ് നിർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കൈ വിറയ്ക്കാം. കയ്യിൽ മറ്റൊരു മുള്ളുത്തുന്ന ഒരു അവസ്ഥ ഉണ്ട്. കുറെ നേരം നിർത്താണ്ട് ഓടിച്ചിട്ട് വീഡിയോ ആ ഒരു അവസ്ഥ ഉണ്ട്. അതെനിക്ക് എന്റെ വണ്ടി ഓടിക്കും. ഞാൻ കണ്ടത് ഒരു 60 തൊട്ട് വിറയ്ക്കാൻ തുടങ്ങും. പിന്നെ ഒരു 80 എത്തുമ്പോഴേക്ക് വണ്ടി അങ്ങ് ഒരു ശമിക്ക് നമ്മൾ ആ വിറയിലങ്ങ് മുഴുകി അങ്ങ് പോകും. പിന്നെ അങ്ങ് പോയി കുറെ. ഞാൻ ആ വണ്ടി 120 വരെ ഓടിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷെ 120 നമുക്ക് പേടിയാവും. അത് മരണക്കെണി പോലെയാണ്. ഞാൻ അന്നൊരു കഴിഞ്ഞ ഇപ്പോഴോ നമ്മുടെ ഈ കൂടെ നേരെ വഴി കൂടെ വണ്ടി, കാരണം വണ്ടി ബ്രേക്ക് പിടിച്ചാൽ കിട്ടും. നമുക്ക് സംശയം ഒരു 110 വരെ കയറ്റി. 110 എത്തിയപ്പോഴേക്കും വണ്ടി പൊട്ടിത്തെറിക്കുന്ന അവസ്ഥ എനിക്ക് വേണ്ടെന്ന് വെച്ച്. അപ്പോൾ ഇതിൽ വന്നിട്ട് പിന്നെ അല്ല, അത് പിടിച്ചു നിർത്താനായിട്ട് അത്ര ഡിസ്റ്റൻസും കൂടെ കിട്ടിയില്ലെങ്കിൽ വണ്ടി പിടിച്ചാൽ നിൽക്കൂല. അതും കാര്യം. ഇതിൽ പിന്നെ ഒരു മാറ്റം വരാൻ സാധ്യതയുള്ളത് സ്പ്രോക്കറ്റിങ്ങിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. ഇത്രയും പവറും വ്യത്യാസം വന്നുകൊണ്ട്. കാരണം സ്ക്രാമില് ഫ്രണ്ടിൽ സ്പ്രോക്കറ്റ് എന്തോ കൂടുതലാണ്,
സ്പീഡ് കൂട്ടാൻ വേണ്ടി. അപ്പൊ എനിക്ക് ഇതിൽ ആ സെറ്റപ്പ് കൊണ്ടുവരുമോ അല്ലെങ്കിൽ 15 മറ്റേ 40 ആക്കിയാൽ നല്ല രസമായിരിക്കും. ആക്കാൻ സാധ്യതയില്ല. അതില്ല, ടോർക്ക് ഓൾറെഡി ഉണ്ട്. അല്ലെങ്കിൽ വേണ്ടി 16 ആക്കാൻ സാധ്യത. അല്ലെങ്കിൽ 1640 ആക്കിയാലും കുഴപ്പമുണ്ടാവും തോന്നുന്നു. പിന്നെ അപ്പോഴും സെയിം അതേപോലെ തന്നെ ആവുമല്ലോ, ബാലൻസ് ആയി പോകും. പക്ഷെ കുറച്ചും കൂടെ ഇത് കിട്ടുമായിരിക്കില്ല, അതിന് കുറച്ചും കൂടെ ഇത് കൗണ്ടർ ചെയ്യുന്ന പോലെയാ. 40 ഇതാക്കി ഇവിടെ ടോർക്ക് കൂട്ടാൻ. ഇതിന്റെ നമ്മള് ടീത്ത് രണ്ടും ഒരേപോലെ കൂട്ടി കഴിഞ്ഞാൽ വണ്ടി കുറച്ചും കൂടെ സ്മൂത്ത് ആവാൻ സാധ്യതയുണ്ട്. അത് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് മിക്കവാറും സ്പീഡ് കൂട്ടാൻ വേണ്ടി ഫ്രണ്ടിൽ മാത്രം കൂട്ടാൻ സാധ്യതയുണ്ട്. അതാകുമ്പോൾ പിന്നെ ചെയിൻ്റെ ഇതിൽ വലിയ വ്യത്യാസം വരുത്തേണ്ട ആവശ്യമില്ല. വാങ്ങിയിട്ട് ഓഫ് റോഡ് ബിൽഡ് ചെയ്യുന്ന ആൾക്കാർക്ക് സുഖം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പെടപ്പനായിരിക്കും. സെയിം 200 mm ഫ്രണ്ട് ട്രാവലും 150 ബാക്ക് മോണോഷോക്ക്. അതേപോലെ ഓഫ് റോഡിന് വേണ്ടി പുതിയ 440 വാങ്ങുന്ന ഹിമാലയൻ വാങ്ങുന്നവർക്ക് ഒരു 42 ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഇതിനകത്ത് 40 കയറ്റുന്ന പോലെ ആയിരിക്കും. 15-ൽ 40 കയറ്റുന്ന അവസ്ഥയായിരിക്കും. അത് നേരെ പഴയ ഹിമാലയന്റെ ക്യാരക്ടർ. പഴയ ഹിമാലയനല്ല, അതിനെക്കാട്ടിലും ടോർക്കായി. കാരണം ഓൾറെഡി ഇതിന് ഒന്നാമത് സ്പീഡ് കുറയും, പിന്നെ വിറയും കൂടാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതാണ് എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം. ഹിമാലയൻ 411 കൊണ്ട് ഓഫ് റോഡ് ചെയ്യുന്ന ഒരു നീഷ് ആൾക്കാരേ ഉള്ളൂ. അതിനോട് ആൾക്കാർ ഓഫ് റോഡ് ചെയ്യാനല്ല വണ്ടി വാങ്ങുന്നത്, ആ വണ്ടി ഓടിക്കാൻ, അതായത് മീൻസ് യാത്ര ചെയ്യാനാ. എക്സ്പൾസ് വാങ്ങുന്നവരാണ് ഓഫ് റോഡിങ്ങിന് വേണ്ടി വാങ്ങുന്ന വണ്ടി. അല്ല ഞാൻ പറയാ, കാരണം അതൊരു നീഷ് ആൾക്കാരെ അത് ചെയ്യത്തുള്ളൂ. കാരണം എന്താ, 411 വെയിറ്റ് കൂടുതലാണ്. ആ വെയിറ്റ് കൊണ്ട് എല്ലാവരും റിസ്ക് എടുക്കാൻ നിൽക്കുക. ഇതിനിപ്പോ ഒരു 4 ലക്ഷം രൂപയുടെ അടുത്ത് വില വരികയാണെങ്കിൽ ആരും പിന്നെ വലിയ കളി കളിക്കാൻ നിൽക്കൂല. എനിക്ക് തോന്നുന്നില്ല ഇതിന് വില കുറയ്ക്കുമായിരിക്കും. അറിയോ, ഇവരെനിക്ക് തോന്നുന്നു ഇതിന് ഒരു 3-നടുത്ത് ആയിരിക്കും വില ഇടാൻ സാധ്യത. ഒരു സ്ക്രാമിന് എത്ര ഉണ്ട്? സ്ക്രാമിന് 3-നടുത്താന്ന് തോന്നുന്നു. അപ്പോൾ ഒരു 3-നേക്കാളും കുറച്ച് കൂട്ടി. മറ്റേത് 4 ലക്ഷത്തിൻ്റെ അവിടെ ഉണ്ട്, ഇത് മറ്റേതിന് 5 ലക്ഷത്തിൻ്റെ അവിടെ. അങ്ങനത്തെ ഒരു പ്രൈസിലായിരിക്കും വരാൻ സാധ്യത. അങ്ങനെ ആവട്ടെ. പിന്നെ ഇൻട്രൊഡക്ടറി എന്തായാലും വിലക്കുറവ് ഉണ്ടാവുമായിരിക്കും. ഇത്രയും നാൾ ഇത് ഓടിച്ചിട്ട് ഇനി അത് ഇങ്ങനെ ഓടിച്ചു നോക്കുമ്പോഴായിരിക്കും ഒരു ശരിക്കുള്ളൊരു ഹിമാലയന്റെ ഇവല്യൂഷൻ എന്താണെന്ന്. വേറൊരു കാര്യമുണ്ട്, ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയൊരു ഇത് വരും, ഒരു മോഡിഫിക്കേഷൻ വരും ആൾക്കാർ ചെയ്യാൻ. 440 6 സ്പീഡ് കൺവേർഷൻ ഇപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ട്. ശരി, ഹിമാലയൻ 440 വരുവാണെങ്കിൽ എന്തായാലും ആൾക്കാർ ഓരോരോ ടീമുകൾ സ്പെയറിൻ്റെ അവൈലബിലിറ്റി കൂടുന്നതനുസരിച്ച് ഇത് കൺവേർഷൻ ചെയ്യാൻ തുടങ്ങിക്കോളും. എനിക്ക് തോന്നുന്നു ഒരു 440 അങ്ങനത്തെ റിസ്ക് എടുക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ 411 നിന്ന് ഒരു കുറച്ചും കൂടെ ഒരു നല്ല ബെറ്റർ ബൈക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 440 നല്ലൊരു ഇതായിരിക്കും. അല്ലെങ്കിൽ വേറെ ഉണ്ടോ ബൈക്ക് ആ ഒരു വിലയിൽ? പിന്നെ ഉള്ളത് ഇതൊക്കെയാണ്, TVSന്റെ അപ്പാച്ചിയൊക്കെയാണ്. അതൊന്നും ഒരു നിലനിന്നിട്ടുള്ള ബൈക്കുകളല്ല. അതായത് അതൊക്കെ ഇപ്പോൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ. അത് വാങ്ങിച്ച എന്തൊക്കെ പ്രശ്നം വരും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഇതെന്ന് പറഞ്ഞാൽ പയറ്റി തെളിഞ്ഞ എഞ്ചിനാണ്. ഇതിൻ്റെ ഏറ്റവും മെച്യൂർ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ആ എഞ്ചിൻ. ആ എഞ്ചിന് വലിയൊരു മാറ്റമൊന്നും കൊണ്ടുവരില്ല കമ്പനി, അതിലങ്ങ് കൊണ്ടുപോകും, അത് പോകുന്ന അത്രയും കൊണ്ടുപോകും. അപ്പോൾ നമുക്കൊരു സാധനത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഇതിലാണ് അത് നിൽക്കുന്നത്. അതവിടെ നിൽക്കും, ബുള്ളറ്റ് നിന്ന പോലെ നിൽക്കും അവിടെ കുറച്ച് കാലം. കാരണം എനിക്ക് തോന്നുന്നു J series, കാരണം ആ മാർക്കറ്റ് ഇവര് നിർത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ ആ വലിയൊരു വാക്യൂം അവിടെ ഉണ്ട് വേറെ ഐറ്റംസ്. പക്ഷെ ഇതിന്റെ അത്ര അല്ല. എന്താന്ന് പറഞ്ഞാൽ ഇവരിപ്പോ എങ്ങാനും ഇതേപോലെ കുറച്ച് കഴിയുമ്പോൾ ഇത് നിർത്തിന്ന് വെച്ചോ, പിന്നെ ഇവിടെ വലിയൊരു പവർ വാക്യൂം ഉണ്ടാവുകയാണ്. പിന്നെ അതിന് വേണ്ടിട്ട് ആൾറെഡി ആ ഗ്യാപ്പിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവര് ഇത് വിട്ടപ്പോ എനിക്ക് നീ ചെറിയ. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഇപ്പൊ ഇതിങ്ങനെ കൊണ്ടുപോയി ബുള്ളറ്റ് നിർത്തിയ പോലെ ഇതിങ്ങനെ നിർത്തി ഇതേ എഞ്ചിനിൽ ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഹിമാലയൻ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കും. അല്ല ഇതിന്റെ വകഭേദങ്ങൾ ചെറിയ അവിടെ ഇവിടെ മാറ്റുമ്പോൾ സാധനം വന്നോണ്ടിരിക്കും. കാരണം എന്താ പറയുക, ഇവരത് വിട്ട് കഴിഞ്ഞാൽ അവിടെ കയറി അതിൻ്റെ ഉള്ളിലേക്ക് ആ വിടവ് നികത്താനായിട്ട് വേറെ ആൾക്കാർ. ഇവരിത് തിരിച്ചുകൊണ്ടുവന്ന വേറൊരു കാര്യം, ഇതിനോടുള്ള ഹെവി ഡിമാൻഡ് ആയിരിക്കില്ലേ. കസ്റ്റമേഴ്സ് ഇല്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ ഒരു ബൈക്ക് ഇറക്കേണ്ട ആവശ്യമില്ലല്ലോ. മറ്റേനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ സിമ്പിളാണ് വണ്ടി, അതാണ് കാര്യം. 450 വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു സിറ്റി ബൈക്ക് ആഗ്രഹിക്കുന്ന ഒരാൾ, ഫ്രീ മൈൻഡ് ആയിട്ടുള്ള സിറ്റി ബൈക്കാണ് ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്ക് സുഖം. അതാ നോക്കിയാൽ ഇപ്പോൾ കുറച്ച് യാത്ര ഓഫ് റോഡ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഇതെടുക്കാം, ഹിമാലയൻ എടുക്കാം. അതല്ല വെറുതെ ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ട് കമ്മ്യൂട്ട് ചെയ്യണമെങ്കിൽ മറ്റേ വണ്ടി എടുക്കാം, സ്ക്രാം എടുക്കാം. അപ്പോൾ 2 ഓപ്ഷനായി. ഇതേ സെയിം എഞ്ചിൻ വെച്ച് 2 ഓപ്ഷനായി. ഞാൻ അങ്ങനെയല്ല, ഞാൻ ഹിമാലയനുകളുടെ കാര്യത്തിലാണ് പറഞ്ഞത്. അല്ല നീ പറഞ്ഞ ഹിമാലയനുകളുടെ കാര്യത്തില് സിറ്റി ബൈക്ക് ഒരെണ്ണം, കുറച്ചും കൂടെ വലിയ രീതിയിലാണ് നീ. അതായത് സിറ്റി ബൈക്ക് ഒരെണ്ണം, ടൂറർ ഒരെണ്ണം, ഹൈബ്രിഡ് ഒരെണ്ണം. ഞാൻ കാണുന്ന മറ്റേ ഞാൻ വേറെ രീതിയിലാണെന്ന്. എങ്ങനെ? അതായത് സിറ്റിക്ക് എപ്പോഴും എനിക്ക് തോന്നുന്നു സ്ക്രാം തന്നെയായിരിക്കും ഏറ്റവും നല്ല, കുറച്ചും കൂടെ സൗകര്യമുള്ള വണ്ടി. കാരണം അത് താഴ്ന്ന സസ്പെൻഷനാണ്, സീറ്റ് ഹൈറ്റ് കുറവാണ്, വെയിറ്റ് കുറവാണ്. താഴുന്തോറും നമുക്ക് ബാലൻസ് ചെയ്യാനുള്ള ഇത് കൂടും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാലയൻ ഈ യാത്ര ചെയ്യുക, ഓഫ് റോഡ് ചെയ്യുന്ന ആൾക്കാർ, അതങ്ങനെ ചെയ്യേണ്ട അഡ്വഞ്ചർ ടൂറിങ് ചെയ്യേണ്ട ആൾക്കാരെ നമുക്ക് 2 ഓപ്ഷനാണ്. വില കുറവിന് ഇതെടുക്കാം,
കുറച്ചുകൂടെ പൈസ കുറച്ചുകൂടെ ഇതുള്ള വില കൂടിയ നല്ല നല്ല എഞ്ചിൻ 450 ഉണ്ട്. മറ്റേന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒക്കെ പ്രീമിയം ഒരു സാധനം വെറും ടൂറിംഗ് ഫോക്കസ് മാത്രം അതായിരിക്കും നടക്കുക. അതാണ് അത് പ്ലേസ് ചെയ്യുക ആ രീതിയിലായിരിക്കും. കാരണം ഇതിനെ കമ്പ്യൂട്ടർ ആക്കാന്ന് പറയുന്നത് ഇത് കമ്പ്യൂട്ടർ ആക്കാൻ പറ്റുന്ന ആൾക്കാർ വളരെ ഇതായിരിക്കും, കുറവായിരിക്കും അല്ലേ. അതിന് മറ്റേതുള്ള സ്ഥിതിക്ക് ഇതിനൊരിക്കലും കമ്പ്യൂട്ടർ ആക്കേണ്ട ആവശ്യമില്ല. അതും ശരിയാ, അത് ശരിയാ കേട്ടോ. ആ വണ്ടി ഇരിക്കുമ്പോ ഇതിനങ്ങനെ ആക്കണ്ട, ഇതിന് കാരണം ആക്കേണ്ട കാര്യം നോക്കുമ്പോൾ ഏറ്റവും സുഖം മറ്റേത് എടുക്കുക. എനിക്ക് തോന്നുന്നു ഇവര് മിക്കവാറും ഇതിനെ അതിന്റെ ഇമോഷൻ വെച്ചേക്കും വിൽക്കാൻ പോകുന്നത്. ഐക്കോണാന്നുള്ള രീതിയിൽ പരസ്യം വരും, അന്നത്തെ പോലെ മലമണ്ടയിലുള്ള പരസ്യം വരും. അതെ, ഐക്കോൺ എന്നുള്ള രീതിയിലുള്ള ഇത് പഴയ ടാറ്റയുടെ മറ്റേ പരസ്യം പോലെ ആയിരിക്കും. പഴയത് വരും, കുതിരയുടെ ഇടയിൽ നിന്ന് താള് മാറിയിട്ട് പുതിയ സാധനം വരും നോക്കി. അല്ലെങ്കിൽ ഇതേപോലെ ഇത് കറങ്ങി ഇങ്ങനെ പൊടിന്റെ ഇടയിൽ നിന്ന് ഇത് പൊടി അടിച്ച് തെറിപ്പിച്ചു പൊടിന്റെ ഉള്ളിൽ പുതിയ സാധനം. പിന്നെ സാധ്യതയുള്ള 1-2 മാറ്റങ്ങൾ എനിക്ക് തോന്നുന്നത് LED ഹെഡ്ലൈറ്റ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ക്രോസ് പോക്ക് ചിലപ്പോ പറയാൻ പറ്റില്ല. ക്രോസ് പോക്ക് ഇതിന് ആക്സിലറേറ്റ് കൊടുക്കുമെന്ന് പറയാൻ പറ്റില്ല. പഴയ പുതിയ ഹിമാലയന്റെ ഇൻഡിക്കേറ്ററും ഇത് കയറ്റുമെന്ന് പറയാൻ പറ്റില്ല. അത് പറയാൻ പറ്റില്ല. പക്ഷെ അതിന്റെ കുഴപ്പം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധ്യത കുറവാണ്. മൊത്തത്തിൽ എനിക്ക് ഷാസിയിൽ അവർ ഒരു മാറ്റം വരില്ല. സസ്പെൻഷനിൽ ഒന്നും കളിക്കാൻ പോകില്ല. ചിലപ്പോ ഗ്രാബ് റെയിലിൽ എന്തെങ്കിലും വ്യത്യാസം വരുമായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ടൈലൻഡിൽ മറ്റേ ടൈൽ റാക്കിൽ എന്തെങ്കിലും വ്യത്യാസം കൊണ്ടുവരും. ചിലപ്പോ വിൻഷീൽഡ് കുറച്ചും കൂടെ ഇതൊക്കെ അവർ ചെയ്യാൻ ചെറിയത് ആ എഞ്ചിനിൽ കൊണ്ടുവന്നായിരിക്കും ഏറ്റവും വലിയ ഹൈലൈറ്റ്. എന്നിട്ട് ചെറിയ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ LED മറ്റേ ഇൻഡിക്കേറ്റർ മാറ്റി അതിന്റെ എന്തെങ്കിലും ഇതേപോലെ ഹെഡ്ലൈറ്റിൽ വ്യത്യാസം അതൊക്കെ കൊണ്ടുവരാൻ സാധ്യതയുള്ളൂ. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് പുതിയ വലിയ മാറ്റമൊന്നും ഉണ്ടാക്കാൻ പറ്റൂല. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എൻ്റെ ഫോൺ ഇവിടെ ഇല്ലേ, ഒന്ന് നോക്കി. സ്ക്രാം 440 എത്രയാണ് എക്സ്ഷോറൂം വരുന്നത് നോക്ക്. ബേസ് വണ്ടിക്ക് എക്സ്ഷോറൂം ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഒരു പ്രഡിക്ഷൻ ഞാൻ പറഞ്ഞുതരാം എത്ര രൂപയായിരിക്കും ഇതിന് ഇടാൻ സാധ്യത എന്ന്. പൊന്നെന്ത് തോന്നുന്നു, സ്ക്രാമിനെക്കാട്ടിൽ ഒരു എത്ര രൂപ കൂട്ടി ഇടുമായിരിക്കും ഇതിൽ 440 ഹിമാലയന്? കുറച്ചെന്തായാലും കൊടുക്കുമായിരിക്കുമല്ലോ. ഒരു 20,000 രൂപ കൂട്ടി കൊടുത്താൽ പോലെ. 2,24,000 to 2,32,000. എക്സ്ഷോറൂം ഓൺ റോഡോ? എക്സ്ഷോറൂം 2,24,000. അപ്പോൾ 2,50,000 രൂപയായിരിക്കും മിക്കവാറും 440 ഹിമാലയൻ ബേസ് മോഡൽ വണ്ടിക്ക് വരാൻ പോകുന്ന വില. എൻ്റെ മനസ്സ് പറയുന്നത് തിരുവനന്തപുരം കൊച്ചി സ്ഥലങ്ങളിൽ 2,90,000 to 3,00,000 വരെയാണ് ഓൺ റോഡ് കേട്ടോ. ഓൺ റോഡ് അല്ല, ഞാൻ പറയാം എക്സ്ഷോറൂമാ. എൻ്റെ മനസ്സ് പറയുന്നത് ന്യൂ ഹിമാലയൻ എന്താണ് പറയുന്നത് നോക്കാം നമുക്ക്. ഫോർക്കൊന്നും അതിലൊന്നും ഒരു മാറ്റം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. സെയിം പഴയ നമ്മുടെ വണ്ടിയിലുള്ള സെയിം സാധനം 200 mm ട്രാവൽ ഉണ്ടാവും. വേറെ ഒന്നും വ്യത്യാസമില്ലല്ലോ. സ്ക്രാമിന് 150 ഉള്ളൂ, ഇതിന് 200 ഉണ്ടാവും. ലോങ് ട്രാവൽ ആയിരിക്കും. The new Royal Enfield Himalayan 440 is expected to be priced around 2.40 lakhs to 2.5 lakhs. ഞാൻ പറഞ്ഞില്ലേ, എന്റെ മനസ്സിൽ 2.5 ആയിരിക്കും. ഇനി അവർ പറയാൻ ഇൻട്രോഡക്ടറി ആയിട്ട് ഇത് വില കുറയ്ക്കുമെന്ന് പറയാൻ പറ്റില്ല. വികാരം പിടിച്ചെടുക്കാൻ അല്ലേ. പക്ഷെ ഞാൻ ആലോചിക്കുക, ഞങ്ങൾ വണ്ടി എടുത്ത സമയത്ത് 5 കൊല്ലം മുമ്പ് ഓൺ റോഡ് വണ്ടിക്ക് 260 ഉണ്ടായിരുന്നുള്ളൂ. വണ്ടിക്ക് ഇത്രയും ടാക്സിന്റെ ഇതെല്ലാം വന്നപ്പോൾ വില കൂടിയതാണ്. നമ്മളെവിടെ ഇൻഫ്ലേഷനും കാര്യങ്ങളെല്ലാം ആകുമ്പോൾ ടാക്സിന്റെ ഇതാണ്. അതെ, ഇതൊക്കെ ഇങ്ങനെ മൊത്തത്തിൽ എല്ലാം കൂടെ ഒരുമിച്ചാണ്. ഇൻഫ്ലേഷനും എക്കോണമിയുടെ ഇതും തകർച്ച എല്ലാം ഉണ്ട്. ഈ സാധനം റോ മെറ്റീരിയൽസ് എടുക്കുക എല്ലാം അപ്പൊ ഇങ്ങനെ ഓരോ വർഷം കൂടി വരും സാധനങ്ങൾക്കെല്ലാം പൈസ. എന്തായാലും അത് ഹിറ്റ് ആയിരിക്കും ഈ മാർക്കറ്റിൽ. എനിക്ക് തോന്നുന്നത് നല്ല ഹിറ്റ്. ചിലപ്പോ ഈ 450 എടുത്ത്, അതായത് ഇഷ്ടം ഇതിനകത്ത് പോയിട്ട് മടുത്ത് അല്ലെങ്കിൽ ഇതിന് താല്പര്യമില്ലാത്ത ആൾക്കാർ നേരെ ഇതിലേക്ക് ചാടാൻ സാധ്യതയുണ്ട്. 450 എടുത്ത് ഇല്ല, ഒരിക്കലും തോന്നുന്നു അത് ഡൗൺഗ്രേഡ് ആയിരിക്കും എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം ഇതൊരു സ്പെഷ്യൽ ആൾക്കാർക്കുള്ള അതേപോലെ ഈ 411 സ്പെഷ്യൽ ആൾക്കാർ മിക്കവാറും ഈ 411 ഉണ്ടായിട്ട് ഇത് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. എന്നിട്ട് അത് ഇഷ്ടപ്പെടാത്ത ഒരു കൂട്ടം ആൾക്കാരുണ്ടാവാൻ സാധ്യതയില്ലേ. 450 നല്ല ബൈക്കാണ്. അതിൻ്റെ സസ്പെൻഷനും പെർഫോമൻസ് കൊണ്ട് നല്ല ബൈക്കാണ്. പിന്നെ അതിന് പുതിയ ടെക്നോളജി ആയതുകൊണ്ട് ചിലർക്ക് എഞ്ചിൻ്റെ എന്തൊക്കെയോ ചില പ്രശ്നം വരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അങ്ങോട്ട് തിരിച്ചു വരുന്നു. കാരണം അതൊരു ഡൗൺഗ്രേഡ് ആയി പോകും. അങ്ങനെ ചെയ്യുന്നവർ കുറവായിരിക്കും. എനിക്ക് തോന്നുന്നില്ല, ഉണ്ടാവുന്നതന്നെ തോന്നുന്നില്ല. കാരണം പിന്നെ അതെന്താ പറയുക, ഇപ്പൊ പുതിയ എഞ്ചിനൊക്കെ ആകുമ്പോൾ പഴയതിനെ പോലെ അല്ല, അതിനേക്കാൾ മെച്ചമാണ്. പക്ഷെ പറഞ്ഞിട്ടല്ല, 40 bhp 25ലേക്ക് ചാടുമോ? യൂത്തിന്റെ കാര്യം തന്നെ എടുത്ത് നോക്ക്, എത്ര പേര് ചാടും? മെച്യൂർ ആയിട്ടുള്ള ആൾക്കാർ ചില ചാടുമായിരിക്കും. പവറിനേക്കാൾ ഉപരി ഫ്രീ ആയിട്ടുള്ള. പക്ഷെ ഈ ഹിമാലയൻ ഹിറ്റ് ആയത് മൊത്തം യൂത്തിന്റെ ഇടയിലാണല്ലോ ഹിറ്റ് ആയത്. യൂത്ത് ആണല്ലോ കൂടുതലും വാങ്ങിച്ചത്. ഞാനൊരു ഇത് പറഞ്ഞു. ഒരു കാര്യം എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, ഒരു
കമ്പ്യൂട്ടറിൽ നിന്ന് അടുത്തൊരു സെഗ്മെന്റ് ബൈക്ക് നോക്കുന്നവർക്ക് പറ്റിയ വണ്ടിയായിരിക്കും. പക്ഷെ എന്താ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ ഇതിൻ്റെ ഈ ഒരു വില വരുമ്പോൾ XR ഇപ്പുറമുണ്ട്, XR 300 റാലി ഉണ്ട്. ഏകദേശം ഇതിന്റെ അത്രയും പവറും ഇതും ഉണ്ട്, ടോർക്കും ഉണ്ട്. വലിയൊരു കോമ്പറ്റീഷൻ ആവൂലടാ. എന്താന്നറിയോ, ഇത് ഒന്നാമതേ ഫൈറ്റ് തെളിഞ്ഞ വണ്ടിയാണ്. ഈ സാധനത്തിന്റെ പേര് കേട്ട ആൾക്കാർ ഇതിലേക്കേ പോവുള്ളൂ. അത് കാര്യം. റോയൽ എൻഫീൽഡിന്റെ എന്ന ബ്രാൻഡ് വാല്യൂ, കാരണം ഈ ഹിമാലയൻ എന്നൊരു ബ്രാൻഡിന്റെയും കൂടെ നിൽക്കുമ്പോൾ അവർ തിരിച്ചു കൊണ്ടുവരുമ്പോൾ പുതിയൊരു വണ്ടി എടുക്കാൻ നോക്കുമ്പോൾ എവിടെയാണ് ഇത് കൂടുതൽ കൊടുക്കുക? സത്യം. ഈ ഹൈനസ് എന്ന് പറഞ്ഞ വണ്ടി ഇറക്കി, അത് ഹിറ്റാണെന്ന് വെച്ചാൽ ആൾക്കാർ വാങ്ങുന്നുണ്ട്. പക്ഷെ ക്ലാസിക്കിന്റെ അത്ര ആര് വാങ്ങും അത്രയും. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ വണ്ടിയും ചിലപ്പോൾ അതിന്റെ നിഴലിലൂടെ ആയിരിക്കും വിറ്റ് പോകുന്നത് XR. അതെ. അപ്പോൾ അതാ ഇത്രയാണ് എനിക്ക് വേറെ ഒന്നും അധികം പറയാനൊന്നും തോന്നുന്നില്ല. നല്ല 2 ബൈക്കുകളായിരിക്കും ഇറങ്ങാൻ പോകുന്നത്. പക്ഷേ ഇതാണ് ഒന്ന്, നമുക്ക് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ എനിക്ക് തോന്നുന്നില്ല ഹിറ്റാവുന്നു ഈ വണ്ടി. നല്ല വണ്ടിയാണ്, പക്ഷെ ഇതിന്റെ വിലയും ഇതിന്റെ ഒരു ക്ലാസും ഒരു വേറെ ഇതാണ്. കയറി കത്താൻ സാധ്യത. മറ്റേ വണ്ടി അതിന്റെ ഇമോഷൻ വെച്ചിട്ട് ഇത് കയറും. അതിന് ഫാൻ ബേസ് ഉള്ള വണ്ടിയാണ്. ചില 411 ഉള്ളവർ തന്നെ അപ്ഗ്രേഡ് ചെയ്യുമായിരിക്കും ഇതിലേക്ക്. അവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. 411 ഉള്ളവർക്ക്, ആ വണ്ടീനോട് ഇഷ്ടമുള്ളവർക്ക്, ആ വണ്ടിയിലുള്ള പോരായ്മകളെല്ലാം മാറ്റി വരുന്ന വണ്ടിയായിരിക്കും ഇത്. പിന്നെ പറയണ്ട. അതെ, അതായത് എനിക്കിപ്പോഴും ഞാൻ ഇതിനു മുമ്പും പറഞ്ഞ സമയത്ത് പറഞ്ഞ അതെ, ഇപ്പോൾ ഇത് വീഡിയോയിൽ പറഞ്ഞ കാര്യം, 2016 ഹിമാലയൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് കമ്പനി റോയൽ എൻഫീൽഡ് അവതരിപ്പിച്ചപ്പോൾ യഥാർത്ഥത്തിൽ എന്തായിരുന്നു ഇറങ്ങേണ്ടിയിരുന്നത്? ആ സാധനമാണ് 10 കൊല്ലം കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പോകുന്നത്. ഈ ഇറങ്ങുന്ന വണ്ടി കറക്റ്റ് 10 കൊല്ലത്തെ അവരുടെ R&D ഡെവലപ്മെന്റ് ടെക്നോളജികളെല്ലാം ഉണ്ടായിട്ടുണ്ടാവും. തന്നെ ഇതിനു മുമ്പേ അവരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അല്ല, 10 കൊല്ലം കൊണ്ട് അവരുടെ തെറ്റുകളിൽ നിന്ന് പഠിച്ച് മാറ്റങ്ങൾ വരുത്തി. അതെ, അതിന്റെ അവസാനത്തെ രൂപമാണ്. അതെ, മറ്റേ കൽക്കി അവസാനത്തെ അവതാരം അല്ലേ? കൽക്കിയാണ് അവസാനത്തെ അവതാരം. എനിക്കറിയില്ല, അറിയില്ല എത്ര പേരുടെ മാർക്കറ്റ് തകർക്കും. എനിക്ക് മാർക്കറ്റ് തകർത്ത് ഒന്നുമില്ല, ആ വണ്ടി ഹിറ്റാവും. അതിന് ഓളം ഉണ്ടാക്കും. അത് നല്ല വണ്ടിയായിരിക്കും. കാരണം ഈ അടുത്ത് റോയൽ എൻഫീൽഡ് ഇഷ്ടംപോലെ വെറൈറ്റി സാധനങ്ങൾ ഇറക്കി. ഒന്നും വലിയ ഓളം ഉണ്ടാക്കി. ഗോവൻ എന്ന് പറഞ്ഞിട്ട് ഇറക്കി, മറ്റേ ബുള്ളറ്റ് 650 ഇറക്കി, പിന്നെ ഏതാ ഇറക്കി, സൂപ്പർ മീറ്റിയർ ഇറക്കി. അത് കുറച്ചു കാലം മുന്നേ കുറേ അടുത്തടുത്തായിട്ട് ഇറങ്ങിപ്പോന്നു. ഇതൊന്നും നിങ്ങൾക്ക് വന്നു പോയി. ഇത് ആവശ്യമുള്ളവർ, താല്പര്യമുള്ളവർ വാങ്ങുന്നു. പക്ഷേ ഈ വണ്ടി മിക്കവാറും ഓളം ഉണ്ടാവും. 1-2 കാര്യങ്ങളുണ്ട്. എനിക്ക് ഹിമാലയൻ വേറൊരു കാര്യം നമ്മൾ അന്ന് ഇതിനു മുമ്പ് കുറച്ച് കാലം മുമ്പ് പറഞ്ഞൊരു കാര്യമാണ് റോയൽ എൻഫീൽഡ് ഈ വണ്ടി തിരിച്ചു കൊണ്ടുവരുന്നതിന്. ADV മാർക്കറ്റ് ഇന്ത്യയിൽ ഇങ്ങനെ വികസിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിൽ കൈയിട്ട് കുടിക്കാൻ അല്ലെങ്കിൽ വെള്ളം കോരാൻ, പൈസയുടെ വെള്ളം കോരാൻ നിൽക്കുന്ന കുറേ കമ്പനികളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു റോയൽ എൻഫീൽഡ് ആലോചിച്ചപ്പോൾ ഇപ്പം അവരുടെ സെഗ്മെന്റിൽ കുറഞ്ഞ വിലയിൽ ഒരു ADV ഇല്ലല്ലോ. അതും ഒരു കാരണമാവാൻ സാധ്യതയുണ്ട്. ഇമോഷനുകളും ഫാൻ ബേസ് ഒക്കെ അതിനേക്കാളൊക്കെ ഉപരി. പക്ഷെ ഇതാണ് അന്തിമത്തിൽ ആ ബ്രാൻഡിന്റെ അവരുണ്ടാക്കിയ വിലയാണത്. അത് വലിയൊരിതാണ്. അതുകൊണ്ട് ആൾക്കാർ വാങ്ങും ഈ സാധനം. KTM അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർ വാങ്ങും. ഈ സാധനത്തിന് വിശ്വാസം, ഹോണ്ട വിശ്വാസം, ഇതിന് വെല്ലുവിളിയായിട്ട് നിൽക്കുന്ന ഹീറോയെ വിശ്വാസം ഇല്ലാത്തവർ വാങ്ങും. ഹീറോ ഇതും നമുക്ക് തിരിക്കാൻ അല്ല, ഞാൻ പറഞ്ഞതാ. അതായത് എൻ്റെ മനസ്സിൽ ഈ വണ്ടിക്ക് 2 കോമ്പറ്റീഷനാണ്. എൻ്റെ മനസ്സിൽ 3 കോമ്പറ്റീഷൻ ഉണ്ട് എൻ്റെ മനസ്സിൽ കടന്നു വരുന്നത്. അഡ്വഞ്ചർ 350, RTX 300, XR 300 റാലി. ഇതിൽ XR-ഉം അഡ്വഞ്ചർ 350 ആയിരിക്കും ഭയങ്കര ടഫ് കോമ്പറ്റീഷൻ ആവുക. അത്ര എനിക്ക് തോന്നുന്നില്ല. മിക്കവാറും KTM ഉണ്ടാവുള്ളൂ. ഹോണ്ട വലിയ വിശ്വാസം ഉണ്ടാവില്ല. കാരണം ഹോണ്ടയിലെ വെല്ലുവിളി ഞാൻ കണ്ടെന്നാൽ ബിഗ് വിങ്ങിലെ വിൽക്കുന്നെങ്കിൽ സർവീസ് ഒക്കെ പ്രശ്നമാവും. ഇവർക്ക് എന്തെങ്കിലും ഒരു കോമ്പറ്റീഷൻ വരികയാണെങ്കിൽ ഈ പുതിയ 350 KTM ആയിരിക്കും. കാരണം അതിന് ഏകദേശം എനിക്കൊന്ന് 3 ഇത്രയും തന്നെ ഇതിന്റെ വില തന്നെ വരത്തുള്ളൂ. അവരാണ് എന്തെങ്കിലും വിഷയമാണെങ്കിൽ, അതാണെങ്കിൽ നല്ല പവറുള്ള വണ്ടിയാണ്, കുറച്ചും കൂടെ ഫീച്ചർ റിച്ച് ആണ്. കാരണം ഹോണ്ടയും ബാക്കിയുള്ള ഒന്നും വലിയ പ്രശ്നം ഉണ്ടാക്കും തോന്നുന്നില്ല. കാരണം അവരെ പൊതുവെ ജനങ്ങൾക്കൊരു, അവർ കുറച്ചുകൂടെ എന്താ പറയുക, സ്പീഡും അങ്ങനത്തെ കാര്യങ്ങളാണല്ലോ, റിഫൈൻമെൻറ്റും വേറെ കാര്യങ്ങളാണല്ലോ. ഈ ADV എന്ന് പറഞ്ഞാലുള്ള ആർക്കാണ്? അത് ആദ്യമേ വരുന്നത് ഹിമാലയനും റോയൽ എൻഫീൽഡും ആണ് ഇന്ത്യയിൽ. അപ്പോൾ ഒരിക്കലും അവരിലേക്ക് ചായ സാധ്യതയില്ല, പറയാൻ പറ്റില്ല. ആ വണ്ടി കണ്ടിട്ട് നല്ലൊരു ബൈക്ക് പോലെ തോന്നുന്നുണ്ട്. അതിനൊരു നല്ലൊരു അഭിപ്രായം വന്നു കഴിഞ്ഞാൽ എനിക്കറിയില്ല. എനിക്ക് കണ്ടപ്പോൾ വലിയ ആദ്യം തന്നെ തോന്നിയില്ല. കണ്ടറിയാം എന്തായാലും. ഹിമാലയൻ കാണുന്ന ഒരു എടുപ്പൊന്നും ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ട വണ്ടിക്ക് അതല്ല. ഹിമാലയൻ 440 ഇപ്പം ഇറങ്ങിയാലും അതിനുള്ള 1-2 പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വണ്ടിയാണിത്.
അതായത് വെയിറ്റ് കുറവാണ് ഇതിന്. ഒരു പുതിയൊരു റൈഡറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സെഗ്മെന്റിൽ കടന്നു വരുന്ന ആളെ സംബന്ധിച്ച് വെയിറ്റ് ഒരു വലിയ ഘടകം. പിന്നെ വേറെ കാര്യം എത്ര ഇതെന്ന് പൊക്കി പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ വണ്ടി ആദ്യമായിട്ട് ഒരു വണ്ടി വാങ്ങുന്നതിനെ സംബന്ധിച്ച് ഭയങ്കര വലിയൊരു വണ്ടിയാണ്. അതൊരു വലിയ ഘടകം. ചെറിയ വണ്ടി ഓടിച്ചു വരുന്ന ആൾക്കാർക്ക് വലിയ നല്ലൊരു അപ്ഗ്രേഡ്. പക്ഷേ ആദ്യമായിട്ടൊരു വണ്ടി എടുക്കുന്നതിനെ സംബന്ധിച്ച് ഇത് മെരുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ എൻ്റെ മനസ്സ് പറയുന്നല്ലോ 411 അല്ല ആ ഒരു എൻജിൻ പക്ഷെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്ന്. എൻ്റെ മെരുക്കി എടുക്കാൻ പറ്റും. ചില ചെറിയ എനിക്ക് തോന്നുന്നില്ല ടോർക്കോ ആ സംഭവങ്ങളൊക്കെ. ടോർക്കല്ലേ അതിനെ സിമ്പിൾ ആക്കുന്ന വണ്ടീനെ. എടാ ഇപ്പൊ നമ്മളത് ഓടിച്ചോടിച്ച് നമുക്കത് സിമ്പിൾ ആയി. അല്ല ഞാൻ ബൈക്ക് ഓടിക്കാൻ മര്യാദയ്ക്ക് പഠിച്ചത് നമ്മുടെ ഹിമാലയം വന്നതിന് ശേഷമല്ലേ. ആദ്യം ഓടിക്കുമ്പോ അതിന്റെ ഒരു ഇതില്ലായിരുന്നു. എനിക്ക് സിമ്പിൾ ആയിട്ട് എന്തോ എന്റെ വെയിറ്റ് പ്രശ്നമായിരുന്നു. എന്റെ മനസ്സ് പറയുന്നത് എന്തോ അത് ആദ്യമായിട്ട് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം ഭയങ്കര ഇതായിരിക്കും. മുന്നേ ബൈക്ക് ഓടിച്ച് ശീലമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തായാലും കണ്ടറിയാം. ഇപ്പൊ കുറച്ചും കൂടെ റിഫൈൻമെന്റ് നമ്മളെ കൊണ്ടുവന്ന സ്ഥിതിക്ക് എങ്ങനെയാണ് പവർ ഡെലിവറി ഒന്നും പറയാൻ പറ്റൂല. ഭയങ്കര സ്മൂത്താന്നാണ് പറഞ്ഞത്. പക്ഷെ ഇച്ചിരി വേറെ ഇല്ലെങ്കിൽ പോയി. ആ എഞ്ചിനൊക്കെ ഒരു ഒച്ച ടാപ്പറ്റും ഇല്ലാണ്ട് ടാപ്പറ്റിന്റെ ഒച്ചയൊക്കെ ഉണ്ടാവുമോ ഇനിയുള്ളതിന് കണ്ടറിയാം. എന്തായാലും അതിന്റെ ഹെഡും ഇതൊക്കെ കുറെ വർക്ക് ചെയ്ത് മാറ്റിയിട്ടുണ്ടൊക്കെ പറഞ്ഞത്. എന്തായാലും ആവട്ടെ. എന്തായാലും ഇതാണ് നമ്മുടെ 2 ഹിമാലയനുകൾ അവതരിക്കാൻ പോകുന്നത്. വരട്ടെ, വന്ന് കീഴടക്കി പോകട്ടെ. അതെ, ഇനി ഇറങ്ങുവാണെങ്കിൽ 1000 cc ഹിമാലയൻ ആയിരിക്കും വരിക. ഇനി ചെറിയ വണ്ടികൾ ഉണ്ടാവൂല, ചെറുതാണ് ഈ ഇറങ്ങാൻ പോകുന്നത് 440. ഞാൻ പറയാം ഇവരൊരു V2 ഇറങ്ങണമായിരുന്നു. V2 കുറച്ചും കൂടെ നല്ല ഒച്ച നല്ല ശബ്ദത്തിൽ അല്ല വണ്ടി സ്മൂത്ത്നെസ് ഉണ്ടാവും എഞ്ചിനുകൾക്ക്. അതിന് വൈബ്രേഷൻ കൂടുതലായിരിക്കും. അതിന്റെ ഷേപ്പ് കാരണം ടോർക്ക് കൂടുതലായിരിക്കും. സ്മൂത്ത് എഞ്ചിൻ ഇതാണ്. ഈ സാധനത്തിൽ എല്ലാം എന്ന് പറഞ്ഞാൽ 270 ഡിഗ്രിയിലാണ്. മറ്റേതിൽ എന്താന്ന് പറഞ്ഞാൽ എല്ലാം 180ലും പവർ ഉണ്ട്, പവർ സ്ട്രോക്ക് ഉണ്ട്. അപ്പൊ ഈ മറ്റേ ഏതിന്റെ ഈ BMW വണ്ടി ഇറങ്ങിയിട്ടുണ്ടല്ലോ, ട്വിൻ സിലിണ്ടർ ഒരു വണ്ടി, അഡ്വഞ്ചർ വണ്ടി GS4. അതിനകത്ത് 135 ഡിഗ്രിയിൽ എങ്ങാണ്ടാണ് ഫയറിങ് വരുന്നത്. അതെന്താ ആംഗിളാന്ന് ആർക്കും മനസ്സിലാവും. 135. അപ്പൊ അതെങ്ങനെ V അല്ലേ? അല്ല, പാരലൽ ട്വിൻ തന്നെ. അത് 135 ഡിഗ്രിയിലാണ് അതിന്റെ ഇതിന്റെ ശുദ്ധീകരിക്കുന്നത്. അതെങ്ങനെ അതിനനുസരിച്ച് വല്ല വ്യത്യാസം ഉണ്ടാവുമായിരിക്കും എന്താണേലും. വേറെ എന്തെങ്കിലും പൊന്ന് ഇല്ല. അല്ല ഞാൻ ഇപ്പൊ പറഞ്ഞ ഇതിന്റെ കാര്യം പറഞ്ഞു, V2 കാര്യം പറഞ്ഞപ്പോൾ നല്ല ശബ്ദത്തിൽ നല്ല വലിയ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള നല്ലൊരു ഒച്ച കിട്ടിയാണ്. അതിന് മാത്രമല്ല നല്ല ഒച്ചയല്ലേ കേൾക്കാൻ രസമുള്ള. പക്ഷെ എന്താന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ ഉള്ള പറയാൻ പറ്റില്ല ഇത്രയും വലിയ ബോർ കൂട്ടിയുടെ ഒച്ച എങ്ങനെയാന്ന് പറയാൻ. പക്ഷെ ആ എഞ്ചിനുകൾക്ക് വേറെ ഗർജിക്കുന്ന ഒച്ചയാണ്. ഈ V2 പ്രത്യേകത അതിനൊരു ഗർജിക്കുന്ന ഒച്ചയാണ്. ഇതിനെന്ന് പറഞ്ഞ ഒരു അടഞ്ഞൊരു ബേസ് ഉള്ള ശാന്തമായ. ഏതൊരു അഡ്വഞ്ചർ ബൈക്കുകൾ എടുത്താലും അതെല്ലാം പാരലൽ ട്വിൻ എഞ്ചിനാ. ഇപ്പൊ ടെനറയൊക്കെ പാരലൽ ട്വിൻ ആണ്. എല്ലാം V2. ടെനറ V2 നോഡൻ V2 ആണ്. ഇല്ലില്ല, അതൊന്നും അടിച്ചു നോക്കുക. എനിക്ക് തോന്നുന്നില്ല V2 അല്ല. V2 എഞ്ചിനുകൾ വരാൻ സാധ്യത ഇല്ലല്ലോ. ഇല്ലില്ല, അത് തെറ്റാ പൊന്നം പറഞ്ഞേ. പൊന്നെ ഉറപ്പുണ്ടോ? പൊന്നെ നോക്കിയാണ്. ഇനി എന്റെ അറിവിലല്ല, എല്ലാം പാരലൽ ട്വിൻ ആണ്. ട്വിൻസ് ആണ് എല്ലാം വരുന്നത് ഈ അഡ്വഞ്ചർ ബൈക്കുകൾ. കാരണം വെയിറ്റ് കുറവാണ്, പക്ഷെ ടോർക്ക് കൂടുതലും കിട്ടുന്ന പവറും കിട്ടുന്ന ആയതുകൊണ്ടാണ് ട്വിൻ സിലിണ്ടർ എഞ്ചിനുകളാണ് പൊതുവെ ഈ അഡ്വഞ്ചർ വണ്ടികൾക്ക് കൊടുക്കാറ്. ഓഫ് റോഡ് അല്ലെ ADV ബൈക്കുകൾക്കൊക്കെ. നോക്കി നോക്ക് ഏതാ വരുന്നത്. പാരലൽ ട്വിൻ ആവൂല, അങ്ങനത്തെ ഒച്ചയല്ല അതിനുള്ളത്. ഇതിന്റെ ഒച്ചയാണ് ഉള്ളത്. എനിക്ക് പാരലൽ ട്വിൻ. അതാ പറഞ്ഞേ. V2 എഞ്ചിനുകളുടെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് പറയുക, വൈബ്രേഷൻ കൂടുതലാണ്. അങ്ങനത്തെ ഒരിക്കലും കൊടുക്കൂല. ഇതാണ് ഏറ്റവും നല്ല സിമ്പിൾ ആയിട്ടുള്ള സെറ്റപ്പ്. ഇതാണ് റിലയബിൾ ആയിട്ടുള്ളതും. എല്ലാ ADV ബൈക്കുകൾക്കും എനിക്കൊന്നും ആകെ V2 വരുന്ന പറഞ്ഞാൽ എൻ്റെ അറിവിലുള്ളത് മൾട്ടിസ്ട്രാഡ മാത്രമേ ഉള്ളൂ. അത് പക്ഷേ ADV അല്ല, സൂപ്പർ സ്പോർട്ട്. സൂപ്പർ മറ്റേ സ്പോർട്സ് അഡ്വഞ്ചറോ ADV സ്പോർട്ട് അല്ല, സ്പോർട്ട് ADV. അതായത് പെർഫോമൻസ് സ്പോർട്സ് ടൂറർ അതാണ് സാധനം. അപ്പൊ അത് ഓഫ് റോഡ് വണ്ടിയല്ല. അപ്പൊ അതാണ് ഇങ്ങനത്തെ സെറ്റപ്പാണ് എല്ലാ ഭൂരിപക്ഷം വണ്ടികളിലും കൊടുക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്ക് ഏറ്റിപ്പോയതാ. തെറ്റുകൾ എല്ലാവർക്കും പറ്റും, നമ്മൾ തെറ്റിലൂടെ അല്ലേ പഠിക്കുന്നത്. വേറെ എന്തെങ്കിലും ഉണ്ടോ? പ്രത്യേകിച്ച് വേറെ ഒന്നും ഇല്ലല്ലോ. നല്ല 2 വണ്ടികൾ അയ്യാറത്തെ മാർക്കറ്റ് നമുക്കിനി ഓടിക്കാൻ ഒരു അവസരം കിട്ടിയാൽ അറിയാം. നമ്മുടെ 440 വരുമായിരിക്കും. തോന്നുന്നത് നമ്മളെ കമ്പനികൾ നമ്മളെ വിളിക്കണം ഓടിച്ച് ടെസ്റ്റ് അടിക്കാൻ വേണ്ടി. അപ്പോൾ എന്തായാലും നല്ല 2 വണ്ടികൾ വരട്ടെ. അതെ, ഇനി ഇതേപോലെ KTMന്റെ ഒരു അടിപൊളി വണ്ടി വരാൻ നിൽക്കുന്നുണ്ട്. ADV 450 490 എന്ന് പറഞ്ഞിട്ടൊരു വണ്ടി, ട്വിൻ സിലിണ്ടർ തന്നെ. എന്തായാലും അടുത്ത കൊല്ലം ഒക്കെ ആയിരിക്കും.
അപ്പോൾ അതേപോലത്തെ ഏതെങ്കിലും പുതിയ വണ്ടികളുടെയോ അല്ലെങ്കിൽ എന്തേലും പുതിയ വിശേഷമായിട്ട് വരുന്നവരെ വണക്കം.